10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹു വാസ് ദ ചെയർമാൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഫോംഡ് ഇൻ 1946? 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന ചാപ്റ്ററിനകത്ത് കുറച്ച് വെല്ലുവിളികളെ കുറിച്ച് നമ്മൾ സംസാരിച്ചായിരുന്നു, ചലഞ്ചസിനെ കുറിച്ച്. അതിൽ ഫ്ലോ ഓഫ് റെഫ്യൂജീസ്, അഭയാർത്ഥി പ്രവാഹത്തെ കുറിച്ച്, ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽസ്, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തെ കുറിച്ച്, പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിനെ കുറിച്ച്, ഫസ്റ്റ് റിലേഷനെ കുറിച്ചും, അടുത്ത ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്, ഭാഷാടിസ്ഥാന സംയോജനത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു. അതിനകത്ത് ഈ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണത്തിനകത്താണ് നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ചെയർമാനെ കുറിച്ച് പറയുന്നത്. ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ക്യാബിനറ്റ് ഡിവിഷൻ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വാസ് ഫോംഡ് ഇൻ 1946. 1946 രൂപീകരിക്കപ്പെട്ടത്. അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1946 ക്യാബിനറ്റ് ഡിവിഷൻ നിർദ്ദേശപ്രകാരം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കപ്പെട്ടു. 1946 ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി സെറ്റപ്പ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയാണ് പിന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. ആ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡോക്ടർ ER അംബേദ്കർ. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ BR അംബേദ്കർ. അങ്ങനെ ദസ് കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ എഫക്ട് ഓൺ 26 ജനുവരി 1950 ആൻഡ് ഇന്ത്യ വാസ് ഡിക്ലെയർഡ് എ റിപ്പബ്ലിക്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി മാറുകയും ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്നിട്ടാണ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ ലൈൻ വിത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ 1951, 1952. 1951, 52 കാലയളവിലാണ് ഇന്ത്യയിൽ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കപ്പെടുന്നത്. ദിസ് ഫ്രീ ആൻഡ് ഫെയർ സിസ്റ്റം ഓഫ് ഇലക്ഷൻ വാസ് സക്സസ് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി. ഈ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ വിജയമായിരുന്നു. പിന്നെ ആ ഭാഗത്ത് തന്നെ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷനെ സ്റ്റേറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ഭാഷാടിസ്ഥാനത്തിലുള്ള സംയോജനത്തെ കുറിച്ച്. 1920 നാഗ്പൂർ സെഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺഗ്രസ് റിസോൾവ്ഡ് സ്റ്റേറ്റ് കമ്മിറ്റീസ് ഓൺ ദ ബേസ് ഓഫ് ലാംഗ്വേജ്. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനമാണ് നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. ആ സമ്മേളനം തന്നെയാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് പാസ്സാക്കുന്നത്. ഗാന്ധിജി ആദ്യമായിട്ട് ദേശീയ സമരത്തിലേക്ക് കടന്നു വരുന്ന ഫസ്റ്റ് നാഷണൽ സ്ട്രഗിൾ ആണ്. ഗാന്ധിജിയുടെ ആദ്യത്തെ ദേശീയ സമരമാണ് ഏത്? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ഗാന്ധിജി ഫസ്റ്റ് സ്ട്രഗിൾ ഇൻ ഇന്ത്യ ആണ് ചമ്പാരൻ സത്യാഗ്രഹം. അപ്പോൾ ഗാന്ധിജി ദേശീയ സമരത്തിലേക്ക് കടന്നു വന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിലാണ്. ആ സമരം പാസ്സാക്കാനുള്ള സമ്മേളനം ഏത് തന്നെയാണ്? നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനമാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് നാഗ്പൂർ സെഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺഗ്രസ് റിസോൾവ്ഡ് സ്റ്റേറ്റ് കമ്മിറ്റീസ് ഓൺ ദ ബേസ് ഓഫ് ലാംഗ്വേജ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കമ്മിറ്റികൾ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട കോൺഗ്രസിന്റെ സമ്മേളനമാണ് 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനം. ആ സമ്മേളനം തീരുമാനം എടുക്കേണ്ടായി. അതിനെ തുടർന്നിട്ട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നുള്ള ആവശ്യം കൂടെ മുന്നോട്ട് വരികയുണ്ടായി. അതിനെ തുടർന്നിട്ട് ഒരു സംസ്ഥാനം, പ്രത്യേകിച്ച് തെലുഗു സംസാരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആന്ധ്രാപ്രദേശത്ത് രൂപീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട് പോറ്റി ശ്രീരാമുലു മുന്നോട്ട് വന്നു. പോറ്റി ശ്രീരാമുലു ഫ്രീഡം ഫൈറ്റർ സ്റ്റാർട്ട് സത്യാഗ്രഹ ഫോർ തെലുഗു സ്പീക്കിംഗ് പീപ്പിൾ. ആഫ്റ്റർ 50 ഡേയ്സ് ഓഫ് ഫാസ്റ്റിംഗ്, നീണ്ട 58 ദിവസത്തെ നിരാഹാരത്തിന് ശേഷം ഹിസ് മാർട്ടഡം ഇന്റൻസ് വേണ്ടിയിട്ടായിട്ട് അദ്ദേഹം മരണം അടഞ്ഞു. അതിനെ തുടർന്നിട്ട് ഇന്റൻസ് വേഡ് മാസ് അജിറ്റേഷൻ, ആ സമരം കുറച്ചുകൂടെ തീവ്രമായി തീർന്നു. ഫോളോയിങ് ദിസ്, ഇതിനെ തുടർന്നിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോംഡ് ആന്ധ്രാപ്രദേശ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോംഡ് ആന്ധ്രാപ്രദേശ് ഫോർ തെലുഗു സ്പീക്കിംഗ് പീപ്പിൾ. 1953 1953 ആന്ധ്രാപ്രദേശ് സംസ്ഥാനം രൂപീകരിച്ച് നൽകുകയുണ്ടായി. ഇനി അതിനെ തുടർന്നിട്ട് ഒരു സംസ്ഥാനത്ത് രൂപീകരിച്ചു കൊടുത്തപ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി. അതിനെ തുടർന്നിട്ട് ഗവൺമെന്റ് ഒരു കമ്മീഷനെ മുന്നോട്ട് കൊണ്ടുവന്നു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോളോയിങ് ദിസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോംഡ് എ കമ്മീഷൻ ടു റീഓർഗനൈസ് സ്റ്റേറ്റ്സ് ഓൺ ദ ബേസ് ഓഫ് ലാംഗ്വേജ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മീഷനെ കൊണ്ടുവന്നു. ഫസൽ അലി ആസ് ദ ചെയർമാൻ. ചെയർമാൻ ആരാണ്? ഫസൽ അലി. HN കുൻസുർ ആൻഡ് KM പണിക്കർ ആസ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് കമ്മീഷൻ. HN കുൻസുറും KM പണിക്കറുമാണ് മെമ്പേഴ്സ്. അതേസമയം നമ്മൾ BP മേനോൻ എവിടെയാണ് പഠിച്ചത്? ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷനകത്താണ്. ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ അഥവാ ലയനക്കരാറ് സർദാർ വല്ലഭായ് പട്ടേലും BP മേനോനാണ് ലയനക്കരാറ്, ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ. എന്നാൽ ഇവിടെ HN കുൻസുറു KM പണിക്കറുമാണ്. ഫസൽ അലി, HN കുൻസുറു, KM പണിക്കർ ആസ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് കമ്മീഷൻ. പാർലമെന്റ് പാസ്റ്റ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്താണ്? 1956. 1953 ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണം. 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്. ദസ് 40 സ്റ്റേറ്റ്സ് ആൻഡ് 6 യൂണിയൻ ടെറിട്ടറീസ് കെയിം ഇൻടു എഫക്ട്. അങ്ങനെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളെ രൂപീകരിക്കപ്പെട്ടു. Now India had 28 states and 8 union territories. അപ്പൊ അതാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്. അപ്പൊ ഇവിടെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിന്റെ രൂപീകരണവും ഈ ഒരു ഭാഗത്തിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട്, സംസ്ഥാന പുനഃസംഘടനാ നിയമം. അപ്പൊ അതിനകത്താണ് നമ്മൾ ഈ സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷനകത്താണ് എന്ന് ഓർമ്മയുണ്ടാവണം. ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാണ് പ്രിൻസിലീസ്. അപ്പോൾ എത്രയാണ്? 600 പ്രിൻസിലീസ്, 600-ൽ പരം നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ് BP മേനോൻ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റഡ് സർദാർ വല്ലഭായ് പട്ടേൽ ആസ് എ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഫോർ ദിസ് മിഷൻ.
അതിന് സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് സർദാർ വല്ലഭായ് പട്ടേൽ അപ്പോയിന്റഡ് VP Menon as Secretary of Department of States. സർദാർ വല്ലഭായ് പട്ടേൽ ആൻഡ് VP Menon prepared instrument of accession. പട്ടേലും VP Menon ചേർന്നിട്ട് ഇൻസ്ട്രുമെന്റ് ഓഫ് accession തയ്യാറാക്കി. ആസ് പെർ ദിസ് ഇതനുസരിച്ച് അതിനെ വിളിക്കുന്ന പേരാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് accession. ആസ് പെർ ദിസ് ഇതനുസരിച്ച് പ്രിൻസിലി സ്റ്റേറ്റ്സ് ട്രാൻസ്ഫർ ദെയർ കൺട്രോൾ ഓവർ ഡിഫൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ് എക്സെട്ര. പിന്നെ ഫോളോയിങ് ദിസ് ഇതിനെ തുടർന്നിട്ട് മെനി ഓഫ് ദ പ്രിൻസിലി സ്റ്റേറ്റ്സ് സൈൻ ഇൻസ്ട്രുമെന്റ് ഓഫ് accession. ഇതിനെ തുടർന്നിട്ട് ധാരാളം പ്രിൻസിലി സ്റ്റേറ്റ്സ് ഇതിനകത്ത് ഒപ്പിടുകയുണ്ടായി. അവസാനം ഇതിനെ ഏർത്ത ആൾക്കാർ മാത്രം ഹൈദരാബാദ്, കാശ്മീർ, ചുനഗഡ് ഇവരൊക്കെ മാത്രമാണ് ഇതിനെ ഏർത്തത്. ലാസ്റ്റ് അവരും ഇതിനകത്ത് ജോയിൻ ചെയ്യുകയുണ്ടായി. ഈ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഓഫ് accessionനകത്ത് ജോയിൻ ചെയ്യുകയും ജോയിൻഡ് ഇന്ത്യൻ യൂണിയനകത്ത് ചേരുകയും ചെയ്തു. അതാണ് നമ്മൾ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഓഫ് accession എന്ന് പറയുന്നത്. ഇനി അടുത്ത ഭാഗത്തില് നെയിം ദ ഫസ്റ്റ് വെസ്റ്റേൺ തിങ്കർ ഹു കോയിൻഡ് ദ ടേം സ്റ്റേറ്റ്. ആദ്യമായിട്ട് രാഷ്ട്രം എന്ന പദം മുന്നോട്ട് വെച്ചത്. അപ്പോൾ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന ചാപ്റ്ററിലാണ് ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് അതിനകത്ത് നമ്മൾ പറഞ്ഞാണ് ചാപ്റ്റർ തുടക്കത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ദ ടേം സ്റ്റേറ്റ് വാസ് ഫസ്റ്റ് കോയിൻഡ് ബൈ വെസ്റ്റേൺ ഫിലോസഫർ നിക്കോളോ മാക്കിയവല്ലി. ആദ്യമായിട്ട് സ്റ്റേറ്റ് എന്ന പദം മുന്നോട്ട് വെച്ചത് നിക്കോളോ മാക്കിയവല്ലിയാണ്. അപ്പോൾ ആരാണ് ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്? രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. എന്നാൽ നിക്കോളോ മാക്കിയവല്ലിയാണ് ആദ്യമായിട്ട് എന്ത് മുന്നോട്ട് വെച്ചിരിക്കുന്നത്? ഈ സ്റ്റേറ്റ് എന്ന പദം. അതിനകത്ത് തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കുക. എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എന്താണ് സ്റ്റേറ്റ്? എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിംഗ് പെർമനന്റ്ലി വിത്തിൻ എ പർട്ടിക്കുലർ ടെറിട്ടറി വിത്ത് സോവറൻ ഗവൺമെന്റ് ഈസ് കാൾഡ് സ്റ്റേറ്റ്. പരമാധികാരമുള്ള ഗവൺമെന്റോട് കൂടി ഒരു നിശ്ചിത പ്രദേശത്ത് ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരവാസം ഉറപ്പിച്ച ജനതയെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? സ്റ്റേറ്റ് എന്നത്. അപ്പൊ എന്താണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ റിസൈഡിംഗ് പെർമനന്റ്ലി വിത്തിൻ എ പർട്ടിക്കുലർ ടെറിട്ടറി വിത്ത് സോവറൻ ഗവൺമെന്റ് ഈസ് കാൾഡ് സ്റ്റേറ്റ്. ഇനി നമ്മൾ അവിടെ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് സ്റ്റേറ്റ്, പ്രധാനപ്പെട്ട സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? പോപ്പുലേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മീൻസ് പോപ്പുലേഷൻ, പിന്നെ ടെറിട്ടറി പ്രദേശം, പിന്നെ സോവർട്ടി, പിന്നെ ഗവൺമെന്റ്. ഇതൊക്കെയാണ് ഈ 4 ഘടകങ്ങളാണ് പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് കണക്കാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോവർട്ടി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുക എന്താണ് സോവർട്ടി എന്നുള്ളത്. സോവർട്ടി ആസ് ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ്. സ്റ്റേറ്റ് ആസ് ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ് നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അഫയേഴ്സ് ഇൻഡിപെൻഡന്റ്ലി വിത്തൗട്ട് ഇനി എക്സ്റ്റേണൽ കൺട്രോൾ. ദി സുപ്രീം അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് ഈസ് കാൾഡ് സോവർട്ടി. നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ അഫയേഴ്സ് ഇൻഡിപെൻഡന്റ്ലി വിത്തൗട്ട് എനി എക്സ്റ്റേണൽ കൺട്രോൾ. ദേശീയ അന്തർദേശീയ കാര്യങ്ങളിൽ പുറമേയുള്ള യാതൊരു നിയന്ത്രണവുമില്ലാതെ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരത്തെ പറയുന്ന പേരാണ് ദി സുപ്രീം അതോറിറ്റി ഓഫ് സ്റ്റേറ്റ് ഈസ് കാൾഡ് സോവർട്ടി. സോവർട്ടി ഈസ് അബ്സല്യൂട്ട്, അൺലിമിറ്റഡ് ആൻഡ് ഇൻഡിവിസിബിൾ പവർ ഓഫ് സ്റ്റേറ്റ്. പൂർണ്ണവും അനിയന്ത്രിതവും ഒഴിച്ചുകൂടാനാവാത്തതുമായിട്ടുള്ള ഒരു അധികാരമാണ് സോവർട്ടി എന്ന് പറയുന്നത്. ഇറ്റ് ആർ 2 ഡയമെൻഷൻസ്. 2 ഭാഗങ്ങളുണ്ട്, ഇന്റേണലും എക്സ്റ്റേണലും. ഇന്റേണൽ എന്ന് പറയുന്ന റൈറ്റ് ടു ടേക്ക് ഡിസിഷൻ ഓൾ ആൺ മാറ്റേഴ്സ് വിച്ച് കം ഇറ്റ്സ് ടെറിട്ടറി. റൈറ്റ് ടു ടേക്ക് ഡിസിഷൻ ഇറ്റ്സ് ഓൺ ടെറിട്ടറി. സ്വന്തം ഭൂപ്രദേശത്തിൽ എന്ത് തീരുമാനം എടുക്കുന്നതിന് പറയുന്ന പേരാണ് ഇന്റേണൽ സോവർട്ടി. എക്സ്റ്റേണൽ എന്ന് പറയുന്നത് റൈറ്റ് ടു ടേക്ക് ഇൻഡിപെൻഡന്റ് ഡിസിഷൻ ഓൺ ഇന്റർനാഷണൽ ഇഷ്യൂസ്. അന്തർദേശീയ കാര്യങ്ങളിൽ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുന്ന അധികാരത്തെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ സോവർട്ടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിൽ പറഞ്ഞ പ്രധാന ഹു ഫൗണ്ടഡ് ദ ശാരദ സദൻ ഇൻ ബോംബെ ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു വുമൺ. അപ്പൊ സ്ത്രീകളുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട് ശാരദാ സദൻ എന്ന് പറയുന്ന സ്ഥാപനം സ്ഥാപിച്ച ആരാണ്? ബോംബെയിൽ ആരാണ്? പണ്ഡിത രമാബായി ആണ്. അപ്പൊ ആ പേജിൽ അത് നമ്മൾ കൾച്ചർ ആൻഡ് നാഷണാലിസം എന്ന ചാപ്റ്ററിലാണ് ആ കാര്യത്തെ കുറിച്ച് മനസ്സിലാക്കിയത്. അതിന് മുന്നേ തന്നെ ആ പേജിൽ തന്നെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ഇൻ ബംഗാൾ, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആർഗ്യൂഡ് ഫോർ റീമാരേജ് ഓഫ് വിഡോസ്. ആസ് എ റിസൾട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്റ്റ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് 1856 എന്ത് പാസ്സാക്കിയുണ്ടായി? ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് പാസ്സാക്കിയുണ്ടായി. അപ്പൊ ശാരദാ സദൻ രൂപീകരിച്ച എവിടെയാണ്? എസ്റ്റാബ്ലിഷ് പണ്ഡിത രമാബായി ആണ് എവിടെയാണ് രൂപീകരിച്ച? ബോംബെയിലാണ്. അതിന് മുന്നേ തന്നെയാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ 1856 ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് പാസ്സാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയുണ്ടായത്. ഇനി അവിടെ കുറെ അധികം ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കണം കൂടുതൽ സാധ്യത, മാച്ചസ് വളരാൻ കൂടുതൽ സാധ്യത. ഇവിടെ ഇങ്ങനെ ശ്രീനാരായണ ഗുരു ഈഴവ സമുദായത്തിന് വേണ്ടി ഈഴവ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ എങ്ങനെയാണ് ശ്രീനാരായണ ഗുരു SNDP അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്, സംഘമല്ല യോഗം. പിന്നെ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ബ്രാഹ്മണന്മാർക്ക് വേണ്ടിയിട്ടും ബ്രാഹ്മണന്മാർക്ക് എതിരായിട്ടുള്ളതാണ്, എന്നാൽ ബ്രാഹ്മണന്മാർക്ക് വേണ്ടിയിട്ടാണ് ഓർത്തിരിക്കുക. ബ്രാഹ്മണന്മാർക്ക് വേണ്ടിയിട്ട്
EV രാമസ്വാമി നായ്ക്കർ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, ഒപ്പോസ്റ്റ് ബ്രാഹ്മണിക്കൽ സൂപ്പർമസി എന്നാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ബ്രാഹ്മണിക എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒന്നാമത്തെ ബ്രാഹ്മണിക മേധാവിത്വത്തിന് എതിർക്കുന്നതിന് വേണ്ടി EV രാമസ്വാമി നായ്ക്കർ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, ഈഴവ സമുദായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാ വൺ കാസ്റ്റ് ഒപ്പോസ്റ്റ് കാസ്റ്റിസം, ജാതീയതയെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രീനാരായണ ഗുരു, എന്തുകൊണ്ട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, പിന്നെ അതുപോലെ തന്നെ അടുത്ത ഹിന്ദു വിഭാഗത്തിന് വേണ്ടിയിട്ട് റിവൈവൽ ഓഫ് ഹിന്ദു റിലീജിയൻ, ആനി ബസന്റ് തിയോസഫിക്കൽ സൊസൈറ്റി, പിന്നെ മുസ്ലിം വിഭാഗത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് സർ സയ്യദ് അഹമ്മദ് ഖാൻ അലിഗർ മൂവ്മെന്റ്. പിന്നെ കുറേയധികം സമാജങ്ങളാണ്. ആര്യ സമാജം, സ്വാമി ദയാനന്ദ സരസ്വതി, ഏതെങ്കിലും ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കുക. ഒപ്പോസ്റ്റ് കാസ്റ്റ് സിസ്റ്റം, പ്രാർത്ഥന സമാജം, ആത്മറ പാണ്ഡുരംഗ്, ഇന്റർ കാസ്റ്റ് മാരേജസ്, വിഡോ റീമാരേജ്, പിന്നെ ഹിതകാരണി സമാജം, വീരേശലിംഗം, കമ്പൈൻഡ് ഫോർ വിഡോ റീമാരേജ്, അങ്ങനെ എന്തെങ്കിലും ഓർത്തിരിക്കാം. പിന്നെ സത്യശോധക് സമാജം, ജ്യോതിബ ഫുലെ, സോഷ്യൽ ഈവൽസ്, എഡ്യൂക്കേഷണൽ അപ്ലിഫ്മെന്റ് ഓഫ് ആരുടെയാണ് ബാക്ക്വേർഡ് ക്ലാസ്സസ്. ഇനി ഒന്ന് നമ്മൾ വിട്ടുപോയത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ, രാമകൃഷ്ണ മിഷൻ, സ്വാമി വിവേകാനന്ദന്റെയാണ്. അങ്ങനെ ഹിന്ദി വെച്ച് ഓർത്തിരിക്കുക, അപ്പൊ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. ഇനി അടുത്ത ഭാഗത്തില് അടുത്ത ചോദ്യം, അമൃത ഷേർഗിലിനെ കുറിച്ച് പറഞ്ഞ പണ്ഡിറ്റ് ആനി ബസന്റ് ഈശ്വരൻ വിദ്യാസാഗറാണ് പാസ്സാക്കി. അമൃത ഷേർഗിൽ ആ ചാപ്റ്റർ തന്നെ അവസാനം പറയുന്നുണ്ട്, അമൃത ഷേർഗിൽ പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ എന്താണ്, ഏബിളി റിഫ്ലക്റ്റിംഗ് പ്രിഡിക്കാമെന്റ്സ് ഓഫ് ഡാർക്ക് ഷെയ്ഡ്സ്. അതായത് ആ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തില്, കൾച്ചർ ആൻഡ് നാഷണൽസ് എന്ന ചാപ്റ്ററിന്റെ അവസാന ഭാഗത്തില് അമൃത ഷേർഗിൽ ഡെപ്പിക്റ്റഡ് വില്ലേജസ് ലൈഫ് ഇൻ ഡാർക്ക് ഷെയ്ഡ് എന്ന് പറഞ്ഞൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. വളരെ വർണ്ണം കുറഞ്ഞ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ദസ് ഇന്ത്യൻ പീപ്പിൾ നോ അബൌട്ട് പ്രിഡിക്കാമെന്റ്സ് ഓഫ് ആരുടെ വില്ലേജസ് ലൈഫ്, ഗ്രാമീണ ജീവിതത്തിന്റെ ദുരിത ജീവിതത്തെക്കുറിച്ച് ഈ അമൃത ഷേർഗിൽ വരച്ച് കാട്ടുകയുണ്ടായി എന്നൊരു ഭാഗം കിടപ്പുണ്ട്. ഇനി അടുത്ത ഭാഗത്തിൽ ഫാമിലി പ്ലേസ് ആൻഡ് മേജർ റോൾ ഇൻ ഫോസ്റ്ററിംഗ് സിവിക് കോൺഷ്യസ്. അപ്പോൾ പ്രധാനമായിട്ട് പൗരബോധത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്, പൊളിറ്റിക്കൽ സിസ്റ്റം, മീഡിയ, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഫാമിലി എന്നുള്ളത്, കുടുംബം. ഫോസ്റ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്, ഫാമിലി ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോസ്റ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. കുടുംബം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് ഫോസ്റ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്, പരിപോഷിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും. ഫോസ്റ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്, കുടുംബത്തിലെ മറ്റംഗങ്ങൾക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് ആര്, ഫാമിലി. ഫാമിലി ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോസ്റ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇൻസ്പിറേഷൻ ആൻഡ് എൻകറേജ്മെന്റ് ഫ്രം ദ ഫാമിലി വിൽ ഡെവലപ്പ് സിവിക് കോൺഷ്യസ്. കുടുംബത്തിൽ നിന്നുള്ള പ്രചോദനവും പ്രോത്സാഹനവും എന്ത് വളർത്തിയെടുക്കുന്നതിന് കാരണമായി തീരും, പൗരബോധം വളർത്തിയെടുക്കുന്നതിന് കാരണമായി തീരും. ദ കോൺസെപ്റ്റ് ദാറ്റ് ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് ഫോർ ദ ഫാമിലി, ഓരോ പൗരനും കുടുംബത്തിന് വേണ്ടിയുള്ളതാണെന്നും, ആൻഡ് ഫാമിലി ഈസ് ഫോർ ദ സൊസൈറ്റി, ആ കുടുംബം സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള ഷുഡ് ബി ഡെവലപ്ഡ് ഇൻ ഫാമിലി അറ്റ്മോസ്ഫിയർ. അത് ഉറപ്പായിട്ട് എവിടെ വളർത്തിയെടുക്കണം, കുടുംബാന്തരീക്ഷത്തിൽ വളർത്തിയെടുക്കണം. ഓരോ പൗരന്മാരും കുടുംബത്തിന് വേണ്ടിയുള്ളതാണ്, കുടുംബ സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള കാഴ്ചപ്പാട് കുടുംബാന്തരീക്ഷത്തിൽ വളർത്തിയെടുത്താൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, ഈ സിവിക് കോൺഷ്യസ്നസ് അതോ പൗരബോധം വളർന്നു വരികയുള്ളൂ. അപ്പോൾ ഫാമിലി ഹാസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഫോസ്റ്ററിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എമംഗ് ഇറ്റ്സ് മെമ്പേഴ്സ്. ഇൻസ്പിറേഷൻ ആൻഡ് എൻകറേജ്മെന്റ് ഫ്രം ദ ഫാമിലി വിൽ ഡെവലപ്പ് സിവിക് കോൺഷ്യസ്, പ്രചോദനം പ്രോത്സാഹനവും പൗരബോധം വളർത്തിയെടുക്കാൻ സഹായമായി തീരും. ദ കോൺസെപ്റ്റ് ദാറ്റ് ഈച്ച് ഇൻഡിവിജ്വൽ ഇസ് ഫോർ ദ ഫാമിലി, ഓരോ പൗരനും ആർക്ക് വേണ്ടിയുള്ള, കുടുംബത്തിന് വേണ്ടിയുള്ളതാണെന്നും, ആൻഡ് ഫാമിലി ഈസ് ഫോർ ദ സൊസൈറ്റി, കുടുംബം ആർക്ക് വേണ്ടിയുള്ളതാണെന്നും സമൂഹത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള ആ തിരിച്ചറിവ് വളർത്തിയെടുത്താൽ, അത് എവിടെ വളർത്തിയെടുക്കണം, ഷുഡ് ബി ഡെവലപ്ഡ് ഇൻ ഫാമിലി അറ്റ്മോസ്ഫിയർ. അത് വളർത്തിയെടുത്താൽ മാത്രമേ എന്ത് വളർന്നു വരികയുള്ളൂ, പൗരബോധം വളർന്നു വരികയുള്ളൂ. പിന്നെ അടുത്ത ഭാഗത്തില് അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ ഡിസ്ക്രിയേഷണറി ഫങ്ഷൻസ് ഓഫ് മോഡേൺ സ്റ്റേറ്റ് ആൻഡ് വിത്ത് എക്സാമ്പിൾസ്. ഡിസ്ക്രിയേഷണറിയും ഒബ്ലിഗേറ്ററിയും, അപ്പോൾ വിവേചനപരമായ ചുമതലകളും അതുപോലെ തന്നെ നിർബന്ധിത ചുമതലകളും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡിസ്ക്രിയേഷണറി പവർ മാത്രമാണ്. നമ്മൾ ഡിസ്ക്രിയേഷണറിയും ഒബ്ലിഗേറ്ററിയും കൂടെ മനസ്സിലാക്കണം. സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന ചാപ്റ്ററിനകത്ത് കൊടുത്തിട്ടുള്ള ഭാഗമാണ്. ഫംഗ്ഷൻ വിച്ച് ഹാവ് ടു ബി ഇംപ്ലിമെന്റഡ് ബൈ ദ സ്റ്റേറ്റ് അറ്റ് ആൾ ടൈംസ് അറ്റ് എനി കോസ്റ്റ് ആർ സെഡ് ടു ബി ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻസ്. ഫംഗ്ഷൻ വിച്ച് ഹാവ് ടു ബി ഇംപ്ലിമെന്റഡ് ബൈ ദ സ്റ്റേറ്റ്, രാഷ്ട്രം എല്ലാ കാലത്തും നിർബന്ധിതമായിട്ട് നടപ്പിലാക്കേണ്ട ചുമതലകളാണെന്ന് നിർബന്ധിത ചുമതലകൾ. ഒരു കാരണവശാലും നിഷേധിക്കപ്പെടാൻ പാടില്ലാത്തതും ഉറപ്പായും നടപ്പിലാക്കേണ്ടതുമായിട്ടുള്ള ചുമതലകളാണെന്ത്, ഒബ്ലിഗേറ്ററി അഥവാ നിർബന്ധിത ചുമതലകൾ. ഫംഗ്ഷൻ വിച്ച് ഹാവ് ടു ബി ഇംപ്ലിമെന്റഡ് ബൈ ദ സ്റ്റേറ്റ് അറ്റ് ആൾ ടൈംസ് അറ്റ് എനി കോസ്റ്റ് ആർ സെഡ് ടു ബി ഒബ്ലിഗേറ്ററി ഫംഗ്ഷൻ. ഒബ്ലിഗേറ്ററി ഫംഗ്ഷന് എക്സാമ്പിൾ ആണ് പ്രൊട്ടക്ഷൻ ബൗണ്ടറി, അതിർത്തി സംരക്ഷണം.
മെയിൻറ്റെയിൻ ഇന്റേണൽ പീസ് എന്ന് വെച്ചാൽ ആഭ്യന്തര സമാധാനം ഉറപ്പുവരുത്തണം. ഒരു കാരണവശാലും അത് എന്ത് സാഹചര്യത്തിലും അത് നടപ്പിലാക്കി. രാജ്യത്ത് യുദ്ധം നടക്കുകയാണെങ്കിലോ ആഭ്യന്തര സംഘർഷങ്ങൾ നടക്കുകയാണെങ്കിലോ ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയിരിക്കണം. പ്രൊട്ടക്ഷൻ ഓഫ് ബൗണ്ടറി, അതിർ സംരക്ഷിക്കണം. മെയിൻറ്റെയിൻ ഇന്റേണൽ പീസ്, നമ്മുടെ രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര സമാധാനം ഉറപ്പുവരുത്തണം. പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ്, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം. ഇംപ്ലിമെന്റേഷൻ ഓഫ് ജസ്റ്റിസ് എന്ന് വെച്ചാൽ നീതി ഉറപ്പാക്കണം. അപ്പൊ ഇത് വെച്ചും ഈ പറഞ്ഞ ഫങ്ഷൻസ് വെച്ചും ചോദ്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനി എന്താണ് ഡിസ്ക്രിയേഷണറി? നമ്മുടെ ചോദ്യം ഡിസ്ക്രിയേഷണറി ആയിരുന്നു. ഡിസ്ക്രിയേഷണറി ഫംഗ്ഷൻ ആർ ദോസ് വിച്ച് ഹാവ് ടു ബി ഇംപ്ലിമെന്റഡ് ആസ് പെർ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ സ്റ്റേറ്റ്. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുസരിച്ച് നടപ്പിലാക്കുന്ന ചുമതലകളാണ് ഡിസ്ക്രിയേഷണറി അഥവാ വിവേചനപരമായ ചുമതലകൾ. ഡിസ്ക്രിയേഷണറി ഫംഗ്ഷൻ ആർ ദോസ് വിച്ച് ഹാവ് ടു ബി ഇംപ്ലിമെന്റഡ് ആസ് പെർ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ സ്റ്റേറ്റ്. രാഷ്ട്രത്തിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുസരിച്ച് നടപ്പിലാക്കുന്നതാണെന്ന് വിവേചനപരമായ ചുമതലകൾ. ഉദാഹരണമായിട്ട് പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത്. നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക അവസ്ഥ മെച്ചപ്പെടുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളൊക്കെ സ്ഥാപിക്കും. അടുത്ത പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, സ്കൂളുകൾ സ്ഥാപിക്കും. അതിൽ ഇംപ്ലിമെന്റേഷൻ ഓഫ് വെൽഫെയർ പ്രോഗ്രാംസ്, ക്ഷേമ പദ്ധതികൾ, ഈ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ധാരാളം പദ്ധതികൾ കൊണ്ടുവരും, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ അവതരിപ്പിക്കും. പ്രൊവൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഗതാഗത സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തും. അപ്പൊ ഇതൊക്കെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുസരിച്ചാണ്. അപ്പൊ ഡിസ്ക്രിയേഷണറി ഫംഗ്ഷൻ വിത്ത് ആർ ദോസ് ആർ ടു ഇംപ്ലിമെന്റഡ് ബൈ ആസ് പെർ ദ എങ്ങനെയാണ് എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പൊ അതാണ് ഡിസ്ക്രിയേഷണറിയും ഒബ്ലിഗേറ്ററിയും, നിർബന്ധിത ചുമതലയും വിവേചനപരമായ ചുമതലയും. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണിത്. അപ്പൊ അവിടെ തൊട്ട് മേളിൽ കിടപ്പുണ്ട് സ്റ്റേറ്റിന്റെ ചുമതല എന്താണെന്ന് അവിടെ കിടപ്പുണ്ട്. ദി ഗോൾ ഓഫ് എ സ്റ്റേറ്റ് ഇസ് ദ മാക്സിമം ഹാപ്പിനെസ് ഇസ് ദ മാക്സിമം നമ്പർ. ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകലാണ് ഗവൺമെന്റ് രാഷ്ട്രത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് ജെറമി ബെന്ത മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ രണ്ട് ചുമതലകളാണ്, ഒബ്ലിഗേറ്ററിയും ഡിസ്ക്രിയേഷണറിയും. നിർബന്ധിത ചുമതലയും അതേപോലെ തന്നെ വിവേചനപരമായ ചുമതലയും. അടുത്ത ഭാഗത്തില് നെയിം ദ റിഫോം മൂവ്മെന്റ് ഫൗണ്ടഡ് ബൈ രാജാറാം മോഹൻ റോയ്. അല്ലെ, രാജാറാം മോഹൻ റോയ് മുന്നോട്ട് വെച്ച ഒരു റിഫോം മൂവ്മെന്റ് ഏതാണത്? ബ്രഹ്മസമാജം. അതും ഏത് ചാപ്റ്ററിലാണ്? കൾച്ചർ ആൻഡ് നാഷണാലിസം എന്നുള്ള ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. രാജാറാം മോഹൻ റോയ് വാസ് ദ പൈനിയർ അമംഗ് ദ സോഷ്യൽ റിഫോമേഴ്സ്. അപ്പൊ സോഷ്യൽ റിഫോമറിൽ ഏറ്റവും പ്രധാനിയാണ് രാജാറാം മോഹൻ റോയ്. യു ഒപ്പോസ്ഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് സതി. അദ്ദേഹം ജാതി സമ്പ്രദായത്തെയും അതുപോലെ സതി എന്ന ദുരാചാരത്തെയും എതിർക്കുകയുണ്ടായി. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബ്രഹ്മസമാജ് ഇൻ ബംഗാൾ. അദ്ദേഹം ബംഗാളില് ബ്രഹ്മസമാജം രൂപീകരിക്കുകയുണ്ടായി. ആൻഡ് പ്രൊപ്പഗേറ്റ് ഐഡിയ ഓഫ് യൂണിഫൈഡ് ഇന്ത്യൻ സൊസൈറ്റി. ഒരൊറ്റ ഇന്ത്യ എന്നൊരു ആശയം അദ്ദേഹം പ്രചരിപ്പിച്ചു. ഇനി അത് കൂടാതെ ടു ഇംപ്രൂവ് സ്റ്റാറ്റസ് ഓഫ് വുമൺ, സ്ത്രീകളുടെ പദവി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അഡ്വക്കേറ്റഡ് ഫോർ ദ റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി. സ്ത്രീകളുടെ പദവി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് സ്വന്തമായി സ്വത്തവകാശം ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അത് കൂടാതെ തന്നെ ഒരു പോയിന്റൂടെ അതിന്റെ പത്രങ്ങളുടെ പേരോട് പറഞ്ഞിരിക്കുക. രണ്ട് പത്രങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സമ്പാദ് കൗമുദി ഇൻ ബംഗാളി ആൻഡ് മിറാത്തുൽ അക്ബർ ഇൻ പേർഷ്യൻ. സമ്പാദ് കൗമുദി ഇൻ ബംഗാളി ആൻഡ് മിറാത്തുൽ അക്ബർ ഇൻ പേർഷ്യൻ. അങ്ങനെ രണ്ട് പത്രങ്ങളും അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അപ്പോൾ അതുകൂടെ വൺ വേർഡ് ഓർത്തിരിക്കണം. രാജാറാം മോഹൻ റോയ് വാസ് ദ പൈനിയർ. ഒന്നാമത്തെ പോയിന്റ് രാജാറാം മോഹൻ റോയ് വാസ് ദ പൈനിയർ അമംഗ് ദ സോഷ്യൽ റിഫോമർ. രണ്ടാമത്തെ ഈ ഒപ്പോസ്റ്റ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് സതി, ജാതി സമ്പ്രദായത്തെയും അതുപോലെ സതി സമ്പ്രദായത്തെ ഇറക്കുകയുണ്ടായി. എസ്റ്റാബ്ലിഷ്ഡ് ബ്രഹ്മസമാജ് ഇൻ ബംഗാൾ. അദ്ദേഹം ബംഗാളിൽ ബ്രഹ്മസമാജം സ്ഥാപിക്കുകയുണ്ടായി. കൂടാതെ പ്രൊപ്പഗേറ്റ് ഐഡിയ ഓഫ് എന്താണ്? യൂണിഫൈഡ് ഇന്ത്യൻ സൊസൈറ്റി, ഒരൊറ്റ ഇന്ത്യ എന്നുള്ള ആശയം. അപ്പൊ നാഷണാലിസം എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച രാജാറാം മോഹൻ റോയ് ആണ്. ഈ പ്രൊപ്പഗേറ്റ് ഐഡിയ ഓഫ് യൂണിഫൈഡ് ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ പ്ലേസ് ഓഫ് ഫ്രാഗ്മെന്റ്. അത് വേണ്ട. ഇതിൽ അടുത്ത ഭാഗത്തില് ലാസ്റ്റ് ഭാഗത്തിൽ പറഞ്ഞ ടു ഇംപ്രൂവ് ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ, സ്ത്രീകളുടെ പദവി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അഡ്വക്കേറ്റഡ് വുമൺ ടു ഓൺ പ്രോപ്പർട്ടി, സ്ത്രീകൾക്ക് എന്ത് കിട്ടണം? സ്വത്തവകാശം കിട്ടണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. പിന്നെ അതിന്റെ പത്രങ്ങളുടെ പേര് ഏതാണ്? പത്രങ്ങളുടെ പേര് സമ്പാദ് കൗമുദി ഇൻ ബംഗാളി, മിറാത്തുൽ അക്ബർ ഇൻ പേർഷ്യൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് ഈ സ്ത്രീകൾ വിധവാ പുനർവിവാഹത്തിന് വേണ്ടി ബാധിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് 1956 പാസ്സാക്കി. പിന്നെ അടുത്ത ഭാഗത്തിലായിട്ട് ഒരു കാര്യം പറഞ്ഞു, ശാരദാ സദൻ എസ്റ്റാബ്ലിഷ് ഇൻ ബോംബെ. ആരാണ് സ്ഥാപിച്ചത്? പണ്ഡിത രമാബായി. അടുത്ത ഭാഗത്തില് പ്രധാനപ്പെട്ട വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് അവൈലബിൾ പബ്ലിക് ത്രൂ ഇ ഗവർണൻസ്. ഇ ഗവർണൻസ് മൂന്നാമത്തെ ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇ ഗവർണൻസ് എന്ന് പറയുന്നത് അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിലെ ഭരണപരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് ഇ ഗവർണൻസ് എന്ന് പറയുന്നത്. ഇ ഗവർണൻസ് ഇസ് എ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രയോജനപ്പെടുത്തലാണെന്ന് ഇ ഗവർണൻസ്. ഇ ഗവർണൻസ് ഇസ് എ യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ പ്രയോജനപ്പെടുത്തലാണെന്ന് ഇ ഗവർണൻസ്.
ദിസ് ഹെൽപ് ടു ഒബ്റ്റെയിൻ ഗവൺമെന്റ് സർവീസസ് ഈസിലി ഇൻ എ സ്പീഡി മാനർ. ഇത് വളരെ വേഗത്തിലും വളരെ എളുപ്പത്തിലും വളരെ ചെലവ് കുറഞ്ഞ രീതിയിലും ജനങ്ങൾക്ക് സേവനം നൽകാൻ സഹായകമായി തീർന്നു. അതിന്റെ എക്സാമ്പിൾ ആണ് സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ അഡ്മിഷൻ ഹയർ സെക്കൻഡറി കോഴ്സസ്, പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ വേരിയസ് സ്കോളർഷിപ്പ്, വ്യത്യസ്തങ്ങളായ സ്കോളർഷിപ്പിലെ ഓൺലൈൻ അപേക്ഷകൾ. അപ്പൊ ഇത്ര ഓർത്തിരുന്നായി ഈ ഗവർണൻസ് ഇസ് യൂസ് ഓഫ് ഇലക്ട്രോണിക് ടെക്നോളജി ഇൻ അഡ്മിനിസ്ട്രേഷൻ. ഇനിയാണ് അതിന്റെ ബെനിഫിറ്റ്സ്. ഇതാണ് നമ്മൾ ചേർത്ത് ചോദിച്ചത്. ക്യാൻ റിസീവ് എ സർവീസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടിയെടുക്കാൻ സാധിക്കും. ക്യാൻ റിസീവ് എ സർവീസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. നീഡ് നോട്ട് ടു വെയിറ്റ് ഗവൺമെന്റ് ഓഫീസസ് ഫോർ സർവീസസ്. സേവനത്തിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫീസുകളിൽ പോയി കാത്തു നിൽക്കേണ്ട ആവശ്യകതയില്ല. ഗവൺമെന്റ് സർവീസസ് ഓഫേർഡ് സ്പീഡിലി വിത്ത് ലെസ് എക്സ്പെൻസ്. വളരെ കുറഞ്ഞ ചെലവിലും വളരെ വേഗത്തിലും ഗവൺമെന്റ് സേവനങ്ങൾ ലഭ്യമാകും. എഫിഷ്യൻസി ഓഫ് ദ ഓഫീസ് ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സർവീസ് ഗെറ്റ് എൻഹാൻസ്ഡ്. എഫിഷ്യൻസി ഓഫ് ദ ഓഫീസുകളുടെ കാര്യക്ഷമതയും ആൻഡ് ക്വാളിറ്റി ഓഫ് സർവീസ് സേവനത്തിന്റെ ഗുണനിലവാരവും മെച്ചപ്പെടുന്നു. അപ്പൊ ക്യാൻ റിസീവ് സർവീസ് വിത്ത് ഹെൽപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അതായത് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായത്താൽ, ഐ.ടിയുടെ സഹായത്താൽ നമുക്ക് സേവനം നേടിയെടുക്കാൻ സഹായിക്കും. നോട്ട് വെയിറ്റ് ഇൻ ഗവൺമെന്റ് ഓഫീസസ് സർവീസസ്. സേവനത്തിന് വേണ്ടി ഗവൺമെന്റ് ഓഫീസിൽ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. ഗവൺമെന്റ് സർവീസസ് ഓഫേർഡ് സ്പീഡിലി വിത്ത് ലെസ്, വളരെ കുറഞ്ഞ ചെലവിലും വളരെ വേഗത്തിലും സേവനങ്ങൾ ലഭിക്കും. എഫിഷ്യൻസി ഓഫ് ദ ഓഫീസിന്റെ കാര്യക്ഷമതയും ആൻഡ് ക്വാളിറ്റി ഓഫ് ദ സർവീസ് സേവനത്തിന്റെ ഗുണനിലവാരവും ഗെറ്റ് എൻഹാൻസ്ഡ്, പരിപോഷിക്കപ്പെടും. ഇനി അവിടെ തന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സാക്കിയത് 2005 അത് ഓർത്തിരിക്കാം. ആ ചാപ്റ്ററിൽ പ്രധാനം. പിന്നെ അതിനകത്ത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പാസ്സാക്കിയത്. പിന്നെ നമ്മൾ ക്ലാസിഫൈ ഇന്ത്യൻ സിവിൽ സർവീസിന് നമ്മൾ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അത് ഓർത്തിരിക്കുക. ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ് ആൻഡ് സ്റ്റേറ്റ് സർവീസ്. ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്നത് റിക്രൂട്ട് അറ്റ് നാഷണൽ ലെവൽ, പക്ഷെ അപ്പോയിന്റ് ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. അപ്പൊ റിക്രൂട്ട് ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുകയും ദേശീയ സംസ്ഥാന തലത്തിൽ നിയമിക്കുകയും ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാണ്? റിക്രൂട്ട് അറ്റ് നാഷണൽ ലെവൽ, അപ്പോയിന്റ് ഇൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് സർവീസ്. എക്സാമ്പിൾ IAS IPS. ഇനി സെൻട്രൽ സർവീസ് എങ്ങനെയാണ്? റിക്രൂട്ട് അറ്റ് നാഷണൽ ലെവൽ, അപ്പോയിന്റ് എവിടെയാണ്? സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ. എക്സാമ്പിൾ ഇന്ത്യൻ ഫോറിൻ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും. അടുത്ത സ്റ്റേറ്റ് സർവീസ് റിക്രൂട്ട് സ്റ്റേറ്റ് ലെവൽ മാത്രമേ റിക്രൂട്ട് ചെയ്യുള്ളൂ. അപ്പോയിന്റ് ചെയ്യുന്നത് എവിടെ മാത്രമാണ്? റിക്രൂട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് ലെവലിലും അപ്പോയിന്റ് ചെയ്യുന്നതും എവിടെ മാത്രം? സ്റ്റേറ്റ് ലെവലിലും. ഉദാഹരണമായിട്ട് സെയിൽ ടാക്സ് ഓഫീസർ. ഇനി ആദ്യത്തത് ഓൾ ഇന്ത്യ സർവീസിലെയും സെൻട്രൽ സർവീസിലെയും കാൻഡിഡേറ്റ്സ് ഓൾ ഇന്ത്യ സർവീസ് ആൻഡ് സെൻട്രൽ സർവീസ് ആർ റിക്രൂട്ട് ബൈ ആരാണ്? UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. അതിനകത്ത് ആരൊക്കെയുണ്ട്? ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മീഷൻ അപ്പോയിന്റഡ് ബൈ ആരാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. അപ്പുറത്ത് ഇനി സ്റ്റേറ്റ് സർവീസ് കമ്മീഷൻ. കാൻഡിഡേറ്റ്സ് ഓഫ് സ്റ്റേറ്റ് സർവീസ് ആർ റിക്രൂട്ട് ബൈ ആരാണ്? സ്റ്റേറ്റ് PSC. അതിനകത്ത് ആരുണ്ട്? ചെയർമാൻ ആൻഡ് മെമ്പേഴ്സ് അപ്പോയിന്റഡ് ബൈ ആരാണ്? ഗവർണർ ഓഫ് സ്റ്റേറ്റ്. സംസ്ഥാനങ്ങളുടെ ഗവർണർമാരാണ് ആ ചെയർമാനെ മറ്റംഗങ്ങളെ നിയമിക്കുന്നത്. ഇനി അത് കൂടാതെ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുക, പെർമനന്റ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ. ഫീച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി ഏതൊക്കെയാണ്? ഹയറാർക്കിക്കൽ ഓർഗനൈസേഷൻ, ശ്രേണിപരമായ സംഘാടനം. there is one employee at the top and number increases when it reaches the lower line. ഏറ്റവും മുകൾ തട്ടിലെ ഉദ്യോഗസ്ഥനും താഴെത്തട്ടിൽ എണ്ണം വരുന്നതോറും അതിന്റെ എണ്ണം കൂടി വരും. പിന്നെ പെർമനൻസ്, പേഴ്സൺ അപ്പോയിന്റഡ് വിൽ കണ്ടിന്യൂ ടിൽ ദ ഏജ് ഓഫ് റിട്ടയർമെന്റ്. അവർക്ക് വിരമിക്കുന്നവരെ തുടരാൻ സാധിക്കും. 60-65 തുടങ്ങുക. പിന്നെ അപ്പോയിന്റ്മെന്റ് ഓൺ ദ ബേസ് ഓഫ് ക്വാളിഫിക്കേഷൻ, യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനം. അങ്ങനെ എഴുതി വെച്ചാലും മതി. അപ്പോയിന്റ് ഓൺ ദ ബേസ് ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പിന്നെ പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി, പാർട്ടി ഇൻട്രസ്റ്റ് ഷുഡ് നോട്ട് റിഫ്ലക്ട് ഇൻ ദെയർ വർക്ക്, ദേ ഷുഡ് ആക്ട് ന്യൂട്രലി. പാർട്ടി താല്പര്യങ്ങൾ അവരുടെ ജോലി പ്രകടിപ്പിക്കാൻ പാടില്ല. അവരെങ്ങനെ പ്രകടിപ്പിക്കണം? ദേ ഷുഡ് ആക്ട് ന്യൂട്രലി. അവർ പക്ഷപാതരഹിതമായി പ്രവർത്തിക്കണം. പിന്നെ പ്രൊഫഷണലിസം, എവരി എംപ്ലോയി മസ്റ്റ് ബി സ്കിൽഡ് ഇൻ ദെയർ വർക്ക്. ഓരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും അവർക്ക് തൊഴിലിൽ കഴിവുണ്ടായിരിക്കണം. ഇനി അതിനുശേഷം അടുത്ത ചോദ്യം, നമ്മൾ പറഞ്ഞത് റൈറ്റ് എ ഷോർട്ട് നോട്ട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ. അന്നത്തെ പറഞ്ഞാണ് നമ്മളത് ആരൊക്കെയാണ്? സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാസ്ഡ് 1956 ചെയർമാൻഷിപ്പ് ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞ? ഫസൽ അലി ആസ് ചെയർമാൻ. പിന്നെ ആരുണ്ട്? HN കുൽസുർ ആൻഡ് KM പണിക്കർ ആസ് ദ മെമ്പേഴ്സ് ഓഫ് ദിസ് കമ്മീഷൻ. പിന്നെ HN കുൽസുർ. പിന്നെ ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് ദിസ് കമ്മീഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോംഡ് എ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് 1956. Thus 40 states and 6 union territories came into effect. Now India had 28 states and 8 union territories. അതാണ് അവിടെ നമ്മൾ ആരൊക്കെയാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? VP മേനോൻ അല്ല, അവിടെ ഫസൽ അലി, HN കുൽസുർ, KM പണിക്കർ. VP മേനോനും സർദാർ വല്ലഭായ് പട്ടേലും ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ അതെവിടെയാണ്? ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിപ്പൽസിന്റെ ഭാഗത്താണ്. ഇനി ബൈ ഗാന്ധിജി സെലക്ടഡ് സാൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ അഗൈൻസ്റ്റ് ബ്രിട്ടീഷ്. എന്തുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ശക്തമായ സമരായുധമായിട്ട് ഗാന്ധിജി ഉപ്പിനെ കണക്കാക്കാനുള്ള കാരണം? ബൈ ഗാന്ധിജി സെലക്ടഡ് സാൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ അഗൈൻസ്റ്റ് ബ്രിട്ടീഷ്.
അപ്പോൾ അവിടെ അത് നമ്മൾ മനസ്സിലാക്കിയത് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്നുള്ള ചാപ്റ്ററിനകത്താണ്. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം അതിനകത്ത് നമ്മൾ പറഞ്ഞാണ് സാൾട്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് 2/5 പോർഷൻ ഓഫ് ദ ഇൻകം കളക്ടഡ് ബൈ ബ്രിട്ടീഷ്. അപ്പോൾ ഒപ്പായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സാൾട്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് 2/5 പോർഷൻ ഓഫ് ദ ഇൻകം കളക്ടഡ് ബൈ ബ്രിട്ടീഷ് ത്രൂ ടാക്സസ്. ദിസ് ടാക്സ് വാസ് ഹെവി ബർഡൻ ഫോർ ദ പൂർ പീപ്പിൾ. ഇത് സാധാരണക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ദിസ് ടാക്സ് വാസ് ഹെവി ബർഡൻ ഫോർ ദ പൂർ പീപ്പിൾ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ബാൻഡ് സ്മാൾ സ്കെയിൽ ഇൻഡിജിനസ് സാൾട്ട് പ്രൊഡക്ഷൻ. ബ്രിട്ടീഷ് ഗവൺമെന്റ് തദ്ദേശീയമായി ലോക്കലായിട്ടുള്ള ആൾക്കാർ നിർമ്മിക്കപ്പെട്ടിരുന്ന ഉപ്പ് നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർത്തലാക്കി. ബ്രിട്ടീഷ് ഗവൺമെന്റ് ബാൻഡ് സ്മാൾ സ്കെയിൽ ഇൻഡിജിനസ് സാൾട്ട് പ്രൊഡക്ഷൻ. 3-fold hike on salt price. ഉപ്പിന്റെ വില 3 മടങ്ങായിട്ട് വർദ്ധിപ്പിക്കുകയുണ്ടായി. ദി ഡിമാൻഡ് ഫോർ ലിഫ്റ്റിംഗ് സാൾട്ട് ടാക്സ്. ഉപ്പിന്റെ നികുതി എടുത്തു കളയുക എന്നുള്ള സ്ലോഗൻ സ്യൂട്ടബിൾ ഇൻസ്പയർ ആൾ സെഗ്മെന്റ് ഓഫ് സൊസൈറ്റി. എല്ലാ വിഭാഗം ജനങ്ങൾ ഒരേപോലെ അംഗീകരിക്കുന്ന മുദ്രാവാക്യമായിരുന്നു ഉപ്പിന്റെ നികുതി എടുത്തു കളയുക എന്നുള്ളത്. അപ്പോൾ എളുപ്പമുള്ള പോയിന്റ് പഠിച്ചാലും 3-fold hike on salt price. ഉപ്പിന്റെ വില 3 മടങ്ങായിട്ട് വർദ്ധിപ്പിച്ചു. ബാൻഡ് സ്മാൾ സ്കെയിൽ. ബ്രിട്ടീഷ് ഗവൺമെന്റ് ബാൻഡ് സ്മാൾ സ്കെയിൽ ഇൻഡിജിനസ് സാൾട്ട് പ്രൊഡക്ഷൻ. ബ്രിട്ടീഷ് ഗവൺമെന്റ് തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ടിരുന്ന ഉപ്പ് നിർമ്മാണശാലയെല്ലാം അടച്ചുപൂട്ടി. പിന്നെ ടാക്സ് വാസ് ഹെവി ബർഡൻ ഫോർ ദ പൂർ പീപ്പിൾ. സാധാരണക്കാർക്ക് വളരെ ഭാരമായി തോന്നി ഉപ്പിന്റെ അമിതമായിട്ടുള്ള നികുതി. പിന്നെ സാൾട്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് 2/5 പോർഷൻ ഓഫ് ദ ഇൻകം കളക്ടഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ പിരിച്ചെടുക്കുന്ന നികുതിയുടെ അതിലെ 2/5 പോർഷനും എന്നിൽ നിന്നാണ് ഉപ്പിനിൽ നിന്നായിരുന്നു. ഇനി അടുത്ത ഭാഗത്തില് അവിടെ നമ്മൾ ഓർത്തിരിക്കണം, അവിടെ നമ്മൾ 3 തരത്തിലുള്ള, അതായത് ഗാന്ധിജി ഇന്ത്യയുടെ നാഷണൽ മൂവ്മെന്റ്. ഗാന്ധിജി ഫസ്റ്റ് സ്ട്രഗിൾ ഇൻ ഇന്ത്യ ഏതാണത്? ചമ്പാരൻ സത്യാഗ്രഹം. ഇനി അതേപോലെ തന്നെ ഗാന്ധിജി ഇന്ത്യയുടെ നാഷണൽ മൂവ്മെന്റ് ത്രൂ വിച്ച് ആക്ട്. ഏത് ആക്ടിലൂടെയാണ്? റൗലത്ത് ആക്ട്. അതെന്താ വർഷം? 1919. തൊട്ടടുത്ത വർഷം 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ്. ജാലിയൻ വാലാബാഗ് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? protest against arrest of Saifuddin Kichlu and Satyapal. Protest against arrest of Saifuddin Kichlu and Satyapal. People gathered in Jallianwala Bagh. എന്താണ് 13th April 1919. അതിനെ തുടർന്നിട്ട് ജനറൽ ഡയർ എൻഡേഡ് ജാലിയൻവാല ബാഗ് ആൻഡ് ഓർഡർഡ് ഷൂട്ട് വിത്തൗട്ട് വാണിംഗ്. ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെ അവർക്ക് നേരെ വെടിയുതിർക്കുകയുണ്ടായി. 10 minutes ഓഫ് ഷൂട്ടിംഗ്. എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? 379 people were killed. അല്ലേ? ആക്ച്വലി ഡെത്ത് ടോൾ വാസ് ഡബിൾ ദിസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു ഭാഗം അവിടെ കിടപ്പുണ്ട്. അപ്പോൾ 1919 ഏപ്രിൽ 13 എന്ത്? ജാലിയൻവാല ബാഗ്. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഭാഗമാണ് ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് ഓർത്തിരിക്കണം. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ആ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഭാഗമാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. അടുത്ത 1929 ലാഹോർ സമ്മേളനം. ആ ലാഹോർ സമ്മേളനത്തിൽ തീരുമാനമാണ് 2 ഏതൊക്കെയാണ്? ഒന്ന് CDM, സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, അണ്ടർ ദ ചെയർമാൻഷിപ്പ് ആരുടെയാണ് ലാഹോർ സമ്മേളനം? ജവഹർലാൽ നെഹ്റുവിന്റെ ലാഹോർ സമ്മേളനം. ആ ലാഹോർ സമ്മേളനത്തിലുള്ള 2 തീരുമാനങ്ങളാണ് സിവിൽ ഡിസൊബീഡിയൻ മൂവ്മെന്റ്, നിയമലംഘന പ്രസ്ഥാനവും അതേപോലെ തന്നെ പൂർണ്ണ സ്വരാജ്യം. അതിന്റെ ഭാഗമായിട്ടുള്ളതാണ് സാൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലങ്ങളുടെ പേര് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? പയ്യന്നൂർ ഇൻ കേരള, വേദാരണ്യം ഇൻ തമിഴ്നാടു, ബോംബെ ഇൻ മഹാരാഷ്ട്ര, പിന്നെ നവോക്കൽ ഇൻ ബംഗാൾ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്. പിന്നെ ധരാസന സാൾട്ട് ഫീൽഡ് നേതൃത്വം കൊടുത്ത ആളുടെ പേര് ആരായിരുന്നു? ധരാസന സാൾട്ട് ഫീൽഡ് നേതൃത്വം കൊടുത്തത് സരോജിനി നായിഡു. പിന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം കൊടുത്ത ആളുടെ പേര് ഓർമ്മയുണ്ടോ? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി അരുണ ആസിഫ് അലി, ജയപ്രകാശ് നാരായൺ തുടങ്ങിയവർ നേതൃത്വം കൊടുത്തത്. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ച ആരാണ്? ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്. INA രൂപീകരിച്ചതോ? ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച റാഷ് ബിഹാരി ബോസ്. തിരിഞ്ഞു പറഞ്ഞ പോലെ റാഷ് ബിഹാരി ബോസ് INAയും അതേസമയം സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്കുമാണ്. അപ്പൊ അത്തരത്തിലുള്ള വൺ വേർഡ് ഒക്കെ മനസ്സിൽ ഓർമ്മയുണ്ടാവണം. പിന്നെ സ്വരാജ് പാർട്ടി ആരൊക്കെ ചേർന്നിട്ടാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നിട്ടാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത് 1923. പിന്നെ വൈ ഗാന്ധിജി സ്റ്റോപ്പ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. എന്തുകൊണ്ടാണ് ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തലാക്കാനുള്ള കാരണം? ചൗരി ചൗര ഉത്തർപ്രദേശ് വില്ലേജസ് സെറ്റപ്പ് പോലീസ് സ്റ്റേഷൻ. വില്ലേജസ് എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷൻ തല്ലി തകർത്തു. 22 പോലീസ്മെൻ ഡൈഡ്. ദിസ് ഇൻസിഡന്റ് ഡിസപ്പോയിന്റഡ് ഗാന്ധിജി. സംഭവം ഗാന്ധിജി നിരാശനാക്കുകയും ഗാന്ധിജി സ്റ്റോപ്പ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അങ്ങനെയാണ് ഗാന്ധിജി നിസ്സാരണ സമരം നിർത്തലാക്കുന്നത്. ഇനി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഭാഗമായിട്ടുള്ളതാണ് ഖിലാഫത്ത് മൂവ്മെന്റ്. ആ ഖിലാഫത്ത് മൂവ്മെന്റിനകത്ത് 2 പേര് ആരൊക്കെയാണ്? ആരൊക്കെയാണ് അലി ബ്രദേഴ്സ്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. മുഹമ്മദ് അലി, ഷൗക്കത്ത് അലിയും അതുപോലെ ഗാന്ധിജിയൊക്കെ ചേർന്ന് ഇന്ത്യയിലുടനെ സഞ്ചരിച്ചു. അതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം റിസൾട്ടാണ് ഉണ്ടായത്? വാട്ട് ആർ ദ റിസൾട്ട്സ് ഓഫ് ഖിലാഫത്ത് മൂവ്മെന്റ് ഫലങ്ങൾ എന്തെല്ലാമാണ്? ഓർമ്മയുണ്ടാവും.
ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് സ്പ്രെഡ് എവറി നൂക്ക് ആൻഡ് കോർണർ ഓഫ് ദ നേഷൻ. രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും എന്ത് ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം, ബ്രിട്ടീഷ് വിരുദ്ധ മനോവികാരം രൂപപ്പെട്ടു. അതേപോലെ തന്നെ സ്പ്രെഡ് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇന്റർസ്വേഡ്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള യൂണിറ്റി ശക്തിപ്പെട്ടു. അപ്പൊ ഇതൊക്കെയാണ് ഖിലാഫത്ത് മൂവ്മെന്റിന്റെ റിസൾട്ട്. അപ്പൊ ഖിലാഫത്ത് മൂവ്മെന്റ് നോട്ട് ഓപ്പറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമാണ്. അതുപോലെ സിവിൽ ഡിസോബഡി മൂവ്മെന്റിന്റെ ഭാഗമാണ് സാൾട്ട് സത്യാഗ്രഹം. ഇനി ലാസ്റ്റ് ഭാഗത്തിൽ 1942 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, അത് ബോംബെ സമ്മേളനത്തിലാണ്. അപ്പൊ ഇത് വ്യത്യാസമൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. ഇനി അടുത്ത ഭാഗത്തില് അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് മൊറാലിറ്റി ഇൻ ഫോസ്റ്ററിംഗ് സിവിക് കോൺഷ്യസ്നസ്. മൊറാലിറ്റി നമ്മൾ പഠിച്ച സിവിക് കോൺഷ്യസ്നസ് എന്ന ചാപ്റ്ററിനകത്ത് പറഞ്ഞാണ് മൊറാലിറ്റി എന്നാണ്. മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസസ്. അപ്പോൾ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവാണെന്ന് മൊറാലിറ്റി. മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസസ് ആൻഡ് അക്സെപ്റ്റ് വിർച്യൂസ് ആൻഡ് എന്താണ് നമ്മൾ പറഞ്ഞത്? മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസസ് ആൻഡ് അക്സെപ്റ്റ് വിർച്യൂസ് ആൻഡ് പെർഫോം ഡ്യൂട്ടീസ് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസസ്, നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവാണെന്ന് മൊറാലിറ്റി. മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസസ് ആൻഡ് അക്സെപ്റ്റ് വിർച്യൂസ് ആൻഡ് പെർഫോം ഡ്യൂട്ടീസ് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കുകയും അങ്ങേയറ്റത്തെ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി കടമകൾ നിറവേറ്റുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസസ് ആൻഡ് അക്സെപ്റ്റ് വിർച്യൂസ് ആൻഡ് പെർഫോം ഡ്യൂട്ടീസ് വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി. മൊറാലിറ്റി ഹെൽപ്സ് സിവിക് കോൺഷ്യസ്. മൊറാലിറ്റി എന്ത് വളർത്തിയെടുക്കും? മൊറാലിറ്റി പൗരബോധത്തെ വളർത്തിയെടുക്കും. വെറസ് ഇമ്മൊറാലിറ്റി ഡിസ്ട്രോയ്സ് ഇറ്റ്. അതേസമയം ഇമ്മൊറാലിറ്റി അധാർമികതയെ ഇല്ലാതാക്കും. ക്രിയേഷൻ ഓഫ് മോറൽ കോൺഷ്യസ്നസ് ഈസ് ദ മോസ്റ്റ് ക്രിയേഷൻ ഓഫ് മോറൽ കോൺഷ്യസ് ഇൻ ആൾ വാക്സ് ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഈ ധാർമ്മികത വളർത്തിയെടുത്താൽ മാത്രമേ ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേസ് ടു ഫോസ്റ്റർ സിവിക് കോൺഷ്യസ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞ് നന്മയെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടാക്കി എടുത്താൽ മാത്രമേ നമ്മളിൽ എന്ത് വളർന്നു വരികയുള്ളൂ? പൗരബോധം വളർന്നു വരികയുള്ളൂ. അപ്പൊ ക്രിയേഷൻ ഓഫ് മോറൽ കോൺഷ്യസ്നസ് ഇൻ ആൾ വാക്സ് ഓഫ് ലൈഫ് ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു ഫോസ്റ്റർ സിവിക് കോൺഷ്യസ്നസ്. മൊറാലിറ്റി മീൻസ് എബിലിറ്റി ടു റെക്കഗ്നൈസ് വിർച്യൂസ് ഫ്രം വൈസ് ആൻഡ് അക്സെപ്റ്റ് വിർച്യൂസ് ആൻഡ് പെർഫോം ഡ്യൂട്ടീസ് വിത്ത് എങ്ങനെയാണ്? അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി. മൊറാലിറ്റി ഹെൽപ്സ് സിവിക് കോൺഷ്യസ്, വേറെ ഇമ്മോറാലിറ്റി എന്ത് ചെയ്യും? ഡിസ്ട്രോയ്സ് ഇറ്റ്. ഇൻ ക്രിയേഷൻ ഓഫ് മോറൽ കോൺഷ്യസ് ഇൻ ആൾ വാക്സ് ഓഫ് ലൈഫ് ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ടു ഫോസ്റ്റർ സിവിക് കോൺഷ്യസ്നസ്. ഇനി അതിനുശേഷം അടുത്ത ഭാഗത്തിൽ നമ്മൾ എടുത്തു പറഞ്ഞതാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് റിസൾട്ട് എന്തൊക്കെയാണെന്നുള്ളതാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തെല്ലാം? ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻ ആൾ ഓവർ ദ വേൾഡ്. പിൽക്കാലത്ത് ലോകത്തുണ്ടായ വിപ്ലവങ്ങൾക്കെല്ലാം പ്രചോദനവും അതേപോലെ തന്നെ മോട്ടിവേഷനുമേകി ഗേവ് ഡയറക്ഷൻ, വഴികാട്ടിയുമായി തീർന്നു. ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റവല്യൂഷൻ ആൾ ഓവർ ദ വേൾഡ്. പുട്ട് ഫോർവേഡ് കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. ആദ്യമായിട്ട് റിപ്പബ്ലിക്കൻ പറഞ്ഞ രീതി എന്നൊരു ആശയം മുന്നോട്ട് വെച്ചു. പ്രിപ്പയർഡ് ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കിയുണ്ടായി. കോൺട്രിബ്യൂട്ട് കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം. ഫെഡറൽ സിസ്റ്റം എന്ന ആശയം മുന്നോട്ട് വെച്ചാൽ കേന്ദ്രത്തിലുള്ള ഭരണം, സംസ്ഥാനത്തിലുള്ള ഭരണം, അത്തരത്തിലുള്ള താഴേക്കുള്ള അധികാര വിഭജനം എന്നുള്ള രീതി അത് കൊണ്ടുവന്നു. കോൺട്രിബ്യൂട്ട് കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷ്യൂർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി സ്റ്റേറ്റ്സ് ഇൻ ദി യൂണിയൻ. അപ്പോൾ യൂണിയനിനകത്ത് സംസ്ഥാനങ്ങൾക്കും അധികാരം ലഭിക്കുന്ന, അധികാരം ഉറപ്പുവരുത്തുന്ന, സ്വാതന്ത്ര്യങ്ങളും അധികാരങ്ങളും ഉറപ്പുവരുത്തുന്ന ഫെഡറൽ സിസ്റ്റം എന്ന ആശയം മുന്നോട്ട് വെച്ചതും ഈ പറഞ്ഞ ഏതിന്റെ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ റിസൾട്ട് ആണ്. അപ്പോൾ ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ അത്രയും മതി. പിന്നെ പുട്ട് ഫോർവേഡ് എന്താണ്? ഫെഡറൽ പുട്ട് ഫോർവേഡ് റിപ്പബ്ലിക്കൻ ഫോം ഗവൺമെന്റ്, ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, പിന്നെ കോൺട്രിബ്യൂട്ട് കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ്. ഫ്രഞ്ച് റവല്യൂഷനകത്ത് പറഞ്ഞത് ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആളുടെ പേരാണ് ആര്? ലൂയി 14. ലൂയി 15 പറഞ്ഞ ഐ ആഫ്റ്റർ ബീ ദ ഡെലിജ്, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. മേരി ആന്റോണിയറ്റ് പറഞ്ഞത് എന്താണ്? ഇഫ് ദേ കാൻറ്റ് ഈറ്റ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക്. അപ്പൊ ആരാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ അവതരിപ്പിച്ചത്? വി ഇൻട്രൊഡ്യൂസ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യ 1835 ആരാണ് അവതരിപ്പിച്ചത്? ലോർഡ് മെക്കാളെ. ആരാണ് പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് അവതരിപ്പിച്ചത്? ലോർഡ് കോൺവാലിസ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അവതരിപ്പിച്ചവരാണ് ലോർഡ് കോൺവാലിസ്. 4ാമത്തെ ചാപ്റ്റർ പറയുന്നതാണ് ലോർഡ് കോൺവാലിസ്. ആരാണ്? നമ്മൾ വെർണാക്കുലർ പ്രസ് ആക്ട്, കൾച്ചറൽ നാഷണാലിസത്തെ മനസ്സിലാണ്. വെർണാക്കുലർ പ്രസ് ആക്ട്, അതായത് നാട്ടുഭാഷ പത്ര നിയമം അവതരിപ്പിച്ച ആര് തന്നെയാണ്? അത് ലോർഡ് ലിട്ടൺ ആണ്. 1878 1878 ലോർഡ് ലിട്ടൺ അവതരിപ്പിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വൺ വേർഡും കൂടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഇനി അതിനുശേഷം അടുത്ത ചോദ്യം, അടുത്തത് മാച്ച് ഫോളോയിങ് ആണ്. നീൽ ദർപ്പൺ നമ്മൾ മനസ്സിലാക്കിയതാണ് ദീനബന്ധു മിത്രയുടെ ആണ്. ആനന്ദമഠം ആരുടെയാണ്?
അബനീന്ദ്രനാഥ് ടാഗോറിന്റെയാണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണോ? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയാണ്. ഭാരത് മാത ആദ്യമായിട്ട് പ്രസന്റ് ചെയ്തത് ആരാണ്? ഭാരത് മാത എന്ന പെയിന്റിംഗ് അവതരിപ്പിച്ച ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലെ. അതേപോലെ തന്നെ സതി എന്ന ചിത്രം വരച്ചത് ആരാണ്? നന്ദലാൽ ബോസ് ആണ്. അപ്പൊ ഇത് കൾച്ചർ ആൻഡ് നാഷണാലിസം എന്ന ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കൾച്ചർ ആൻഡ് നാഷണാലിസം അതിനകത്ത് പറഞ്ഞ ഭാരത് മാത വാസ് ഫസ്റ്റ് പ്രസന്റ് പബ്ലിക് ആരൊക്കെയാണ്? ശിശിർ കുമാർ ഘോഷ് ആൻഡ് സത്യേന്ദ്രനാഥ് ടാഗോർ. ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറിന്റെ നാടകത്തിലൂടെയാണ് ആദ്യമായിട്ട് ഭാരത് മാത എന്ന ആശയം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജി അഡോപ്റ്റ് എ നോവൽ എ വെസ്റ്റേൺ ഫോം ലിറ്ററേച്ചർ ഡെപിക്ട് ദ പ്ലൈറ്റ് ഓഫ് ദ ഇന്ത്യൻ ഫാമേഴ്സ്. അതിന് ഓഫീസ് നോവൽ മോസ്റ്റ് നോട്ടബിൾ, അദ്ദേഹത്തിന്റെ നോവൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആനന്ദമഠം. ബേസ്ഡ് ഓൺ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ബേസ്ഡ് ഓൺ സന്യാസി റിവോൾട്ട്, സന്യാസി കലാപവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നോവലാണ് ആനന്ദമഠം. അത് ഓർത്തിരിക്കണം. അതിനകത്ത് ഈ കുഡ് വെൽ ഇലിസ്ട്രേറ്റ് ദ ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂർ ഇൻ ഇന്ത്യൻ സൊസൈറ്റി അതൊന്നും വേണമെന്നില്ല. പിന്നെ ലാസ്റ്റ് ഭാഗത്തിൽ ദ സോങ് വന്ദേ മാതരം ഈസ് ടേക്കൺ ഫ്രം എവിടെ നിന്നാണ്? ഈ ആനന്ദമഠത്തിൽ നിന്നാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞ 3 പോയിന്റേ ഉള്ളൂ. ഭാരത് മാത ഫസ്റ്റ് പ്രസന്റ് പബ്ലിക് ത്രൂ ഏതിനാണ്? ശിശിർ കുമാർ ഘോഷ് ആൻഡ് സത്യേന്ദ്രനാഥ് ടാഗോർ. ആദ്യമായിട്ട് ഈ ഭാരത് മാത ആശയം മുന്നോട്ട് വെച്ച ആരൊക്കെയാണ്? ശിശിർ കുമാർ ഘോഷും സത്യേന്ദ്രനാഥ് ടാഗോറിന്റെ നാടകത്തിലൂടെയാണ്. പിന്നെ ബങ്കിം ചന്ദ്ര ചാറ്റർജി അഡോപ്റ്റ് നോവൽ എ വെസ്റ്റേൺ ഫോം ലിറ്ററേച്ചർ. പിന്നെ അത് ഓഫീസ് നോവൽ മോസ്റ്റ് നോട്ടബിൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് ആനന്ദമഠ്. ബേസ്ഡ് ഓൺ എന്തുമായിട്ട് ബന്ധപ്പെട്ട്? സന്യാസി റിവോൾട്ട്. പിന്നെ അതിനകത്ത് നല്ലപോലെ സ്ഥിരീകരിക്കുന്നു ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പൂർ ഇന്ത്യൻ സൊസൈറ്റി. അത് വേണമെന്നില്ല. വന്ദേ മാതരം ഈസ് ടേക്കൺ ഫ്രം ഏത് നോവലിൽ നിന്നാണ്? ഈ ആനന്ദമഠത്തിൽ നിന്നാണ്. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? സന്യാസി കലവുമായിട്ട്. പിന്നെ നീൽ ദർപ്പൺ പ്ലേ റിട്ടൺ ബൈ ആരാണ്? ദീനബന്ധു മിത്ര. ഡെപിക്ട് ദ സിവിയർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ആരുടെയാണ്? ഇൻഡിഗോ ഫാമേഴ്സിന്റെ ബുദ്ധിമുട്ടുകളെ എടുത്തു കാണിച്ച ഒരു പ്രധാന കൃതിയാണ് നീൽ ദർപ്പൺ. ആരുടെയാണ്? ദീനബന്ധു മിത്രയുടെയാണ്. പിന്നെ അത് ഇന്ത്യൻ അസോസിയേഷൻ എന്ന സംഘടന സുരേന്ദ്രനാഥ് ബാനർജി ഇന്ത്യൻ അസോസിയേഷൻ ഏറ്റെടുത്തു. അതിനെ തുടർന്ന് ഫാമേഴ്സ് അഡ്രസ് ഇൻ വേരിയസ് പാർട്സ് ഓഫ് ദ കൺട്രി. പിന്നെ ഉറുദു പോയിട്ട് അല്ലമ മുഹമ്മദ് ഇക്ബാൽ പെന്റെ ഫേമസ് പേട്രിയോട്ടിക് സോങ് സാരേ ജഹാൻ സെ അച്ഛാ. അതിനകത്ത് പ്രൈസ് ദ ബ്യൂട്ടി ഓഫ് ഇന്ത്യസ് നേച്ചർ ആൻഡ് ബ്യൂട്ടി, ഇന്ത്യയുടെ സൗന്ദര്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇന്ത്യയുടെ ഐക്യത്തെക്കുറിച്ചും ഒക്കെ പുകഴ്ത്തി പറയുകയുണ്ടായി ആര്? അല്ലമ മുഹമ്മദ് ഇക്ബാൽ. പിന്നെ ആ ചാപ്റ്ററിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയുണ്ട്. ലാസ്റ്റ് ഭാഗത്തില് ആ ചാപ്റ്ററിൽ തന്നെ എഡ്യൂക്കേഷനെ കുറിച്ചൊരു ഭാഗം കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുക. ദ ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി വാസ് ഫൗണ്ടഡ് ഇൻ 1884. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, വിദ്യാഭ്യാസം എങ്ങനെയാണ് ഇന്ത്യയിലെ ഐക്യത്തെ ഉറപ്പുവരുത്തുന്നത്, ദേശീയത ശക്തിപ്പെടുത്തുക. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1884. ആരൊക്കെ ചേർന്നിട്ടാണ്? പൂനെ, ജി അഗാർക്കർ, ബാലഗംഗാധർ തിലക്, മഹാദേവ് ഗോവിന്ദറാനഡെ വിത്ത് നാഷണൽ പെർസ്പെക്ടീവ് in 1884. അടുത്ത് ഡോക്ടർ ഡി കെ കാർവെയാണ് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി രൂപീകരിച്ച ഫസ്റ്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ഇൻ മഹാരാഷ്ട്ര 1960 വിത്ത് വുമൺ എംപവർമെന്റ്. എന്ത് കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ്? ഫോക്കസ്ഡ് ഓൺ വുമൺ എംപവർമെന്റ്. സ്ത്രീ സുരക്ഷ, അതായത് സ്ത്രീകളുടെ ശാക്തീകരണം അടിസ്ഥാനപ്പെടുത്തിയിട്ട് 1916 ഡി കെ കാർവെ എന്ത് രൂപീകരിച്ച്? വുമൺ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. അടുത്ത വിശ്വഭാരതി യൂണിവേഴ്സിറ്റി വാസ് ഫൗണ്ടഡ് ബൈ രവീന്ദ്രനാഥ് ടാഗോർ, ഫോക്കസ്ഡ് ഓൺ യൂണിവേഴ്സൽ ബ്രദർഹുഡ്. ഇനി ദാറ്റ് വുഡ് ബി കണക്ട് വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ കൾച്ചേഴ്സ്. അടുത്ത മഹാത്മാഗാന്ധി, ടീം ലെഡ് ബൈ മഹാത്മാഗാന്ധി. പിന്നെ ആരൊക്കെയുണ്ട്? മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, ഡോക്ടർ സക്കീർ ഹുസൈൻ, എം എ അൻസാരി തുടങ്ങിയവർ ചെന്നിട്ട് എന്തിനെ ശക്തിപ്പെടുത്തുകയാണ്? സെക്യുലർ എഡ്യൂക്കേഷൻ. എന്താ? ത്രൂ സെക്യുലർ എഡ്യൂക്കേഷൻ. സ്ട്രെങ്തൻ നാഷണൽ മൂവ്മെന്റ് ത്രൂ എങ്ങനെയാണ്? സെക്യുലർ എഡ്യൂക്കേഷൻ. അടുത്തത് ടു ഡിഫെൻഡ് കൾച്ചർ ഇൻവേഷൻ, ടു ഡിഫെൻഡ് കൾച്ചറൽ ഇൻവേഷൻ ആൻഡ് പ്രൊമോട്ട് ട്രഡീഷണൽ ആയിട്ട് എന്ത് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായി? കേരള കലാമണ്ഡലം, ചെറുതുരുത്തി, തൃശ്ശൂര്, മഹാകവി വള്ളത്തോൾ നാരായണ മേനോനാണ്. ഇനി 1937 മഹാത്മാഗാന്ധി പ്രപ്പോസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. 1937 മഹാത്മാഗാന്ധി ഒരു പ്രത്യേക വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചു. അതിനെ വിളിക്കുന്ന പേരാണ് വർദ്ധ എഡ്യൂക്കേഷൻ പ്ലാൻ. ഈ തോട്ട് വൊക്കേഷൻ, അതായത് വൊക്കേഷണൽ ട്രെയിനിങ് ഡ്യൂറിങ് എപ്പോഴാണ്? എഡ്യൂക്കേഷൻ എന്ന ആശയമാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഈ മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച വർദ്ധ എഡ്യൂക്കേഷൻ പ്ലാനിന്റെ മറ്റൊരു പേരാണ് നയി തലീം. അടുത്ത പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുക. പിന്നെ അതിനുശേഷം അടുത്ത ഭാഗത്തില് അടുത്ത ചോദ്യം ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്സ്. വാട്ട് ആർ ദ ഡിഫറെന്റ് തിയറീസ് ഓഫ് സ്റ്റേറ്റ് ആണെന്നാണ് തോന്നുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള തിയറീസ് ഏതൊക്കെയാണ്? രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത സിദ്ധാന്തങ്ങൾ ഏതെല്ലാമാണെന്നുള്ളതാണ്. ശരിയാണ്. അതുപോലെ തന്നെ നോൺ അലൈൻമെന്റ് അല്ലേ, നോൺ അലൈൻമെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് നോൺ അലൈൻമെന്റ്, ഇത് 2 ചോദ്യങ്ങളാണ് അടുത്തുള്ളത്. ഏതൊക്കെയാണ്? 4 തിയറിയാണ്. ഡിവൈൻ റൈറ്റ് തിയറി അല്ലേ, ഡിവൈൻ റൈറ്റ് തിയറി, ദൈവദത്ത സിദ്ധാന്തം, അതുപോലെ സോഷ്യൽ കോൺട്രാക്ട് തിയറി, സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം, എവല്യൂഷൻ തിയറി, പരിണാമ സിദ്ധാന്തം, പിന്നെ പവർ തിയറി. ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്, രാഷ്ട്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സ്റ്റേറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്, കിങ് ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഗോഡ്.
സ്റ്റേറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്, സ്റ്റേറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. കിങ് ഈസ് ദ റെപ്രസെന്റേറ്റീവ് ഗോഡ്, ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് രാജാവ്. കിങ് ഈസ് ആൻസറബിൾ ഓൺലി ടു ഗോഡ്, രാജാവ് ആരോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി, ദൈവത്തോട് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അടുത്ത സ്റ്റേറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി, രാഷ്ട്രം എന്ന് പറയുന്നത് ചരിത്ര സൃഷ്ടിയാണെന്നും ഇറ്റ് വാസ് ഫോംഡ് ബൈ സോഷ്യൽ എവല്യൂഷൻ, സാമൂഹ്യ പരിണാമ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഇത് രൂപം കൊണ്ടിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി, ഇറ്റ് വാസ് ഫോംഡ് ബൈ സോഷ്യൽ എവല്യൂഷൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രൈബ്, പിന്നെ ട്രൈബൽ അഡ്മിനിസ്ട്രേഷൻ, പിന്നെ സിറ്റി സ്റ്റേറ്റ്, പിന്നെ എംപയർ സ്റ്റേറ്റ്, പിന്നെ ഫ്യൂഡൽ സ്റ്റേറ്റ്. ടുഡേ സ്റ്റേറ്റ്സ് ആർ കോമൺലി നോൺ ആസ് നേഷൻ സ്റ്റേറ്റ് ബിക്കോസ് ദേ ആർ ഫോംഡ് ഫീലിംഗ് ഓഫ് നാഷണാലിസം. അപ്പോൾ ആ തരത്തിലാണ് എവല്യൂഷണറി, മോസ്റ്റ് ആക്സെപ്റ്റബിൾ തിയറി ആണത് എവല്യൂഷണറി തിയറി. അപ്പോൾ സ്റ്റേറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ്, ഏറ്റവും അംഗീകരിക്കപ്പെട്ട സിദ്ധാന്തമാണത് എവല്യൂഷണറി തിയറി, പരിണാമ സിദ്ധാന്തം. സ്റ്റേറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ്റ്ററി, ഇറ്റ് വാസ് ഫോംഡ് ബൈ സോഷ്യൽ എവല്യൂഷൻ. അടുത്ത സോഷ്യൽ കോൺട്രാക്ട് തിയറി, സ്റ്റേറ്റ് ഈസ് ഫോംഡ് ബൈ കോൺട്രാക്ട് ബൈ ദ പീപ്പിൾ, ജനങ്ങൾ തമ്മിൽ ഉടമ്പടി പ്രകാരം രൂപീകരിക്കപ്പെട്ടിരിക്കുന്നതാണ് സ്റ്റേറ്റ്. ഫോർ ദ ഫുൾഫിൽമെന്റ് ഓഫ് ഹ്യൂമൻ നീഡ്സ്, മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ തമ്മിൽ ഉടമ്പടി പ്രകാരം രൂപീകരിക്കപ്പെട്ടതാണ് എന്നാണ് സ്റ്റേറ്റ് എന്ന് സോഷ്യൽ കോൺട്രാക്ട് തിയറിയിലെ ആൾക്കാർ പറയുന്നത്. അടുത്ത പവർ തിയറി, പവർ തിയറി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പവർ ബൈ ദ സ്ട്രോങ് ഓവർ ദ വീക്ക്. അപ്പൊ അങ്ങനെയാണ്, അതായത് ശക്തരായ ആൾക്കാർ ദുർബലരായ ആൾക്കാരുടെ മേൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് രൂപീകരിക്കപ്പെടുന്നതാണ് സ്റ്റേറ്റ് എന്നാണ് പവർ തിയറിയിലെ ആൾക്കാർ പറയുന്നത്. എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പവർ ബൈ ദ സ്ട്രോങ് ഓവർ ദ വീക്ക്, അതാണ് പവർ തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇത് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഒറിജിൻ ഓഫ് സ്റ്റേറ്റ്സ്, ഡിവൈൻ റൈറ്റ് തിയറി, എവല്യൂഷൻ തിയറി, സോഷ്യൽ കോൺട്രാക്ട് തിയറി, പവർ തിയറി, അല്ലെ മോസ്റ്റ് ആക്സെപ്റ്റബിൾ തിയറി ആണത് എവല്യൂഷണറി തിയറി അഥവാ പരിണാമ സിദ്ധാന്തം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഫോറിൻ പോളിസിയെ കുറിച്ച് പറയുന്നതാണ്, അല്ലെ ഫോറിൻ പോളിസി എന്നാണ്. ഫോറിൻ പോളിസി എന്ന് പറയുന്നത് ചീഫ് ആർക്കിടെക്ട് ഫോറിൻ പോളിസി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇത് ഇങ്ങനെയാണെങ്കിലും പെട്ടെന്ന് എഴുതി വെക്കാൻ പറ്റില്ല, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിരിക്കണം. റെസിസ്റ്റൻസ് കൊളോണിയലിസം ആൻഡ് ഇമ്പീരിയലിസം, കോളനി വാഴ്ചയ്ക്കെതിരെയും ഇമ്പീരിയലിസത്തിനുള്ള ചെറുത്തുനിൽപ്പ്. അടുത്ത ഹോസ്റ്റിലിറ്റി ടു റേസം, വർഗീയത അല്ലെ വംശീയതയോടുള്ള എതിർപ്പ്. ട്രസ്റ്റ് ഇൻ ദ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ, ഐക്യരാഷ്ട്ര സംഘടനയിലെ വിശ്വാസം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപീകരിക്കപ്പെട്ട സമാധാന സംഘടനയാണത് ഐക്യരാഷ്ട്ര സംഘടന. അതുപോലെ തന്നെ ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം രൂപീകരിക്കപ്പെട്ടത് ഏതാണ്? ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം രൂപീകരിക്കപ്പെട്ടത് ലീഗ് ഓഫ് നേഷനും സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം UNOയും. പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ്, സമാധാനപര സഹവർത്തിത്വം. പഞ്ചിൽ പ്രിൻസിപ്പിൾസ്, അത് അടുത്ത ഭാഗത്തായിട്ട് കിടപ്പുണ്ട്. എംഫസൈസ് ഓൺ ദ നെസസിറ്റി ഓഫ് ഫോറിൻ അസിസ്റ്റൻസ്, വിദേശ രാജ്യങ്ങളുടെ സഹായങ്ങൾ നേടിയെടുക്കുന്നതിന് പ്രാധാന്യം നൽകൽ. പോളിസി ഓഫ് നോൺ അലൈൻമെന്റ്, ചേരിചേരാ നയം. അപ്പൊ ചേരിചേരാ നയം എന്ന് പറയുന്നത് എന്താണ് ചേരിചേരാ നയം? ലിബറേറ്റഡ് നേഷൻ ഡിസൈഡ് നോട്ട് ടു ജോയിൻ എനി ഓഫ് ദ ബ്ലോക്ക് ആൻഡ് ഫോംഡ് നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, അല്ലെ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു ബ്ലോക്കിലും ചേരാതെ ഒരു പുതിയ സംഘടന രൂപീകരിക്കുക, അതിനെ വിളിക്കുന്ന പേരാണ് നോൺ അലൈൻമെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ലിബറേറ്റഡ് നേഷൻസ് എന്ന് വെച്ചാൽ രണ്ട് ബ്ലോക്കിലും ചേരാതെ, രണ്ട് ബ്ലോക്ക് എന്ന് വെച്ചതാണ് സോഷ്യലിസ്റ്റ് ബ്ലോക്കും ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും. സോഷ്യലിസ്റ്റ് ബ്ലോക്കിനകത്താണ് റഷ്യ അഥവാ സോവിയറ്റ് യൂണിയൻ, ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിനകത്ത് USA. ആ രണ്ട് ബ്ലോക്കിലും ചേരാതെ പുതുതായി സംവിധാനം കൊണ്ടുവന്നു, അതിനെ വിളിക്കുന്ന പേരാണ് നോൺ അലൈൻമെന്റ് എന്ന് പറയുന്നത്. പോളിസി നോൺ അലൈൻമെന്റ്. ഇനി പഞ്ചിൽ പ്രിൻസിപ്പിൾസ് കൂടെ മനസ്സിലാക്കിയിരിക്കുക. പഞ്ചിൽ പ്രിൻസിപ്പിൾസ് ആർ സൈൻഡ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യസ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആൻഡ് ചൈനീസ് പ്രൈം മിനിസ്റ്റർ ചൗ എൻ ലായ്. ആ പേര് ഓർത്തിരിക്കണം, ചൗ എൻ. അപ്പോൾ പഞ്ചിൽ പ്രിൻസിപ്പിൾസ് ആർ സൈൻഡ് ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യസ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു ആൻഡ് ചൈനീസ് പ്രൈം മിനിസ്റ്റർ ചൗ എൻ ലായ്. അതിനകത്ത് മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി, പരസ്പരം ഐക്യവും അഖണ്ഡതയും പ്രദേശത്തുള്ള ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കുക. മ്യൂച്വൽ റെസ്പെക്ട് ഫോർ, പരസ്പര വിശ്വാസം, പരസ്പര ബഹുമാനം. മ്യൂച്വൽ റെസ്പെക്ട് ഫോർ ഈച്ച് ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ആൻഡ് സോവറിറ്റി. മ്യൂച്വൽ നോൺ അഗ്രഷൻ, പരസ്പരം ആക്രമിക്കാതിരിക്കൽ. മ്യൂച്വൽ നോൺ ഇന്റർഫിയറൻസ്, പരസ്പരം ഇടപെടാതിരിക്കൽ. ഇക്വാലിറ്റി ആൻഡ് കോപ്പറേഷൻ, സമത്വ സഹകരണം ഉറപ്പുവരുത്തൽ. ഫോർ എന്തിനാണ്? മ്യൂച്വൽ ബെനിഫിറ്റ്, പരസ്പരം നേട്ടത്തിന് വേണ്ടിയിട്ട് സമത്വ സഹകരണം കൊണ്ടുവരൽ. അടുത്ത പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനം, പരസ്പര സഹവർത്തിത്വം, സമാധാനപരമായ സഹവർത്തിത്വം. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പഞ്ചൽ പ്രിൻസിപ്പിൾസ്. അത്തോടെ മനസ്സിലാക്കിയിരിക്കുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനെ കുറിച്ചാണെന്ന് തോന്നുന്നു, അല്ലെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റും അതേപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സും ആണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എസ് എന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റും അതേപോലെ തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസും അതേപോലെ തന്നെ ഫീൽഡ് ഓഫ് സ്പേസ് റിസർച്ചിനെ കുറിച്ചുമാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് മനസ്സിലാക്കിയത്. ഗാന്ധിജീസ് ഫസ്റ്റ് നാഷണൽ സ്ട്രഗിൾ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ആരെയാണ്? ഫസ്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ജനകീയ പ്രതിഷേധമാണിത്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അണ്ടർ ലീഡർഷിപ്പ് ഓഫ് ആരെയാണ്? മഹാത്മാഗാന്ധി നേതൃത്വത്തിലുള്ള ആദ്യത്തെ ദേശീയ സമരമാണിത് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. ആ നോൺ കോപ്പറേഷൻ മൂവ്മെന്റിനകത്ത് മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് ലോയസ്റ്റ് ആൾ ബോയ്ക്കോട്ട് കോഴ്സ്,
വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കണം. അതേപോലെ തന്നെ പബ്ലിക് ഷാൾ ബോയ്ക്കോട്ട് ഫോറിൻ പ്രൊഡക്ട്സ്, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണം. ബോയ്ക്കോട്ട് ഇലക്ഷൻ ബഹിഷ്കരിക്കണം. റിട്ടേണിംഗ് ബ്രിട്ടീഷ് പ്രൈസസ് ആൻഡ് അവാർഡ്സ്, ബ്രിട്ടീഷുകാർ നൽകിയ പ്രൈസും അവാർഡ്സും ഒക്കെ തിരികെ നൽകണം. കൈസർ ഈ എന്നുള്ള പദവികളൊക്കെ മഹാത്മാഗാന്ധി കിട്ടിയിരുന്നു, അതൊക്കെ തിരിച്ചു കൊടുക്കണം. ഡിനൽ ഓഫ് ടാക്സസ്, നികുതി നിഷേധിക്കണം. സ്റ്റുഡൻസ് ഷാൾ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾസ്, കുട്ടികൾ ഇംഗ്ലീഷ് സ്കൂളുകൾ ബഹിഷ്കരിക്കണം. അപ്പൊ ഇതിനെ തുടർന്നിട്ട് എന്തെല്ലാമാണ് അവിടെ കൊടുത്തിരിക്കുന്നതിന്റെ റെസ്പോൺസ് ആണ് അടുത്ത പേജിൽ അടുത്ത സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ക്യാരക്ടറിസ്റ്റിക്സ്, ഇപ്പുറത്തെ ഭാഗത്ത് റെസ്പോൺസ്. ഫാമേഴ്സ് ഇൻ ഔദ് റെഫ്യൂസ് ടു പേ ടാക്സ്, അതിനെ തുടർന്ന് ഇങ്ങനെ നികുതി നിഷേധിക്കാൻ പറഞ്ഞതിനെ തുടർന്ന് ഔദിലെ കർഷകർ നികുതി നിഷേധിക്കാൻ ആരംഭിച്ചു. ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ നോർത്തേൺ ആന്ധ്ര, വടക്കൻ ആന്ധ്രയിലെ ട്രൈബൽ ഗ്രൂപ്പ്സ് എൻഡേഡ് ഫോറസ്റ്റ്, വടക്കൻ ആന്ധ്രാപ്രദേശിലെ ആൾക്കാർ ട്രൈബൽ ഗ്രൂപ്പ്സ് എവിടേക്ക് പ്രവേശിക്കുകയും ഫോറസ്റ്റിലേക്ക് പ്രവേശിക്കാൻ കളക്ട് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ശേഖരിക്കുകയൊക്കെ ചെയ്യും. അടുത്ത ഫാമേഴ്സ് ഇൻ ഉത്തർപ്രദേശ് refused to carry ലഗേജ് ഓഫ് കൊളോണിയൽ ഓഫീഷ്യൽസ്, ഉത്തർപ്രദേശിലെ കർഷകർ കൊളോണിയൽ ഉദ്യോഗസ്ഥന്മാരുടെ ലഗേജുകൾ എടുക്കുന്നത് നിരാകരിച്ചു. വർക്കേഴ്സ് സ്ട്രക്ക് വർക്ക്, തൊഴിലാളികൾ പണി മുടക്കി. ലോയേഴ്സ് ബോയ്ക്കോട്ട് കോർട്ട്, വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിച്ചു. പിന്നെ സ്റ്റുഡന്റ് ക്വിറ്റഡ് കോളേജ് റൺ ബൈ ബ്രിട്ടീഷ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്ന് കോളേജിൽ നിന്ന് കുട്ടികൾ ഉപേക്ഷിച്ചു. അത് പബ്ലിക് ഇൻക്ലൂഡിംഗ് വുമൺ ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ്, അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പൊതുനിരത്തിൽ വിദേശ വസ്തുക്കൾ കൂട്ടിയിട്ട് കത്തിക്കുകയുണ്ടായി. ഇനി അടുത്ത കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമാണ്. ഗാന്ധിജി മോട്ടിവേറ്റ് പീപ്പിൾ പാർട്ടിസിപ്പേറ്റ് കൺസ്ട്രക്റ്റീവ്. ഗാന്ധിജി ജനങ്ങൾക്ക് പ്രചോദനമേകിയിട്ട് പാർട്ടിസിപ്പേറ്റ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമാണ്. ഇൻസ്പയർഡ് ബൈ ദിസ്, ഇതിനെ തുടർന്നിട്ട് പീപ്പിൾ ബിഗാൻ ടു മേക്ക് ഇൻഡിജിനസ് പ്രൊഡക്ട്സ്, ഇതിനെ തുടർന്നിട്ട് ജനങ്ങൾ തദ്ദേശീയ വസ്തുക്കൾ നിർമ്മിക്കേണ്ടായി. സ്പിൻ ഖാദി ക്ലോത്ത്സ് യൂസിങ് ചർക്ക ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഖാദി വസ്ത്രങ്ങൾ നെയ്തു. എസ്റ്റാബ്ലിഷ് നാഷണൽ സ്കൂൾസ്, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. പോപ്പുലറൈസ് ചെയ്ത് ഹിന്ദിയെ ജനകീയമാക്കി മാറ്റി. പിന്നെ കാശി വിദ്യാപീഠ്, ഗുജറാത്തി വിദ്യാപീഠ്, ജാമിയ മിലിയ ഇസ്ലാമിയ ഇതൊക്കെ സ്ഥാപിച്ചു. പിന്നെ സ്റ്റുഡൻസ് ഹു ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂളിൽ അട്രാക്റ്റഡ് ടു എവിടെയൊക്കെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. പിന്നെ അടുത്ത ഭാഗത്തിൽ നമ്മൾ പറഞ്ഞാണ് മൗലാന മുഹമ്മദ് അലി ചൗക്കത്ത് അലി ഇന്റൻസിഫൈഡ് ഖിലാഫത്ത് മൂവ്മെന്റ്, ഗാന്ധി ഡിക്ലെയർഡ് ഖിലാഫത്ത് മൂവ്മെന്റ് ബിക്കം ദ പാർട്ട് ഓഫ് ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, ഗാന്ധിജിയും ഇന്റൻസിഫൈഡ് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അതിനെ തുടർന്ന് ഗാന്ധിജി ആൻഡ് ഷൗക്കത്ത് അലി ട്രാവൽഡ് അക്രോസ് ദ നേഷൻ. അതിനെ തുടർന്നിട്ട് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇന്റൻസിഫൈഡ്. പിന്നെ സ്പ്രെഡ് ആന്റി ബ്രിട്ടീഷ് ഫീലിംഗ് സ്പ്രെഡ് എവരി നൂക്ക് ആൻഡ് കോർണർ ഓഫ് ദ നേഷൻ. പിന്നെ അതിനെ തുടർന്നിട്ട് ലാസ്റ്റ് ഭാഗത്ത് ഒന്നും പറഞ്ഞു വൈറ്റ് ഗാന്ധി സ്റ്റോപ്പ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, എന്താണ് അതിന്റെ കാരണം പറഞ്ഞതാണ്. ചൗരി ചൗര ഇൻ ഉത്തർപ്രദേശ് 22 പോലീസ്മെൻ ഡൈഡ്. അതിനെ തുടർന്നിട്ട് ഗാന്ധി സ്റ്റോപ്പ്ഡ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. അത്രയും ഭാഗം 1922 അപ്പൊ അത്രയും ഭാഗമാണ് അത്. അടുത്തത് ഭാഗത്ത് ലാസ്റ്റ് ഭാഗത്തില് സ്പേസ് റിസർച്ചിനെ കുറിച്ച് ഭാഗം രസമാണ്. പിന്നെ ചമ്പാരൻ സത്യാഗ്രഹം ഉണ്ട്. ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പറഞ്ഞ ഗാന്ധിജി ഡിസോബീഡിയൻസ് ഓഫ് ദ ബ്രിട്ടീഷ് സത്യാഗ്രഹമാണ് മാർഗമാണ് സ്വീകരിച്ചത്. പിന്നെ ലാസ്റ്റ് ഭാഗത്തിൽ എസ്റ്റാബ്ലിഷ് സെവറൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനൊക്കെ കുറിച്ച് പറയുന്നുണ്ട് ചമ്പാരൻ സത്യാഗ്രഹത്തിൽ. പിന്നെ അടുത്ത ഭാഗത്ത് കോട്ടൺ മിൽ വർക്കേഴ്സ് ഇൻ അഹമ്മദാബാദ് സ്റ്റാർട്ട്. കോട്ടൺ മിൽ വർക്കേഴ്സ് എവിടെയാണ്? കോട്ടൺ മിൽ ഗുജറാത്തിലാണ്. അതിന്റെ വർഷം 1918. അതിനകത്ത് ഡിനേഡ് പ്ലേഗ് ബോണസ് ആണ് കാരണം. ആൻഡ് അഡോപ്റ്റ് സെയിം മെത്തഡ് യൂസ് ചമ്പാരൻ. പിന്നെ അതുപോലെ തന്നെ ഡ്യൂ ടു ഡ്രോട്ട് ആൻഡ് ക്രോ ഫെയിലർ, അത് ആ കാരണം കൊണ്ടാണ്. പിന്നെ പീപ്പിൾ റൂളേഴ്സ് ഡിസൈഡ് ടു കളക്ട് ടാക്സ് ഫ്രം ദ പുവർ വില്ലേജസ്. അതാണ് ഈ പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേദ സമരം. അതെവിടെയാണ്? 1918. 3 സമരങ്ങളാണ്. 17, 18, 17 ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിൽ, ഡിസോബീഡിയൻസ് ഓഫ് ദ ബ്രിട്ടീഷ് സത്യാഗ്രഹം. അടുത്ത അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, അതെന്ന വർഷം 1918 തന്നെ ഗുജറാത്തിലാണ്. അത് കാരണം ഡിനേഡ് പ്ലേഗ് ബോണസ്. അടുത്ത പെസന്റ് സ്ട്രഗിൾ ഇൻ ഖേദ 1918, അത് ഗുജറാത്തിലാണ്. അതിന്റെ കാരണം റൂളേഴ്സ് ഡിസൈഡ് കളക്ട് ടാക്സ് ഫ്രം പുവർ വില്ലേജസ്. പിന്നെ ഒരു കാരണം ഇവിടെ പറയുന്നത് ഡ്രോട്ട് ആൻഡ് ക്രോ ഫെയിലർ. ഇനി അടുത്ത ഭാഗത്തില് ലാസ്റ്റ് ഭാഗത്തില് സ്പേസ് റിസർച്ച് എന്നുള്ള ഭാഗത്തിലാണ്. ഇപ്പൊ ജവഹർലാൽ നെഹ്റു ആൻഡ് ആർഡന്റ് ഫാൻ ഓഫ് അത് ആ ഒരു ഭാഗത്തുമില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കുക സ്പേസ് റിസർച്ചിനകത്ത് ഇത്രയേ ഉള്ളൂ. 1962 ഇൻകോസ്പാർ എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ആരൊക്കെയാണ്? നെഹ്റു വിത്ത് ടെക്നിക്കൽ അഡ്വൈസർ വിക്രം സാരാഭായ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻകോസ്പാർ, ഇന്റർനാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച്. അത് 1962. അതിനെ തുടർന്ന് 1969 ISR രൂപീകരിക്കപ്പെട്ടു. പിന്നെ ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് അവിടെ തുമ്പ നിയർ തിരുവനന്തപുരം. അതേപോലെ തന്നെ ആര്യഭട്ട വാസ് സക്സസ്ഫുള്ളി ലോഞ്ച് ഇൻ 1975. അതുപോലെ തന്നെ അടുത്ത ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചേഴ്സ് ആൻഡ് സ്പേസ് വെഹിക്കിൾ ആൾസോ ഡെവലപ്ഡ്. പിന്നെ സാറ്റലൈറ്റ് ഡെവലപ്പിംഗ് ഏജൻസീസ് ഏതൊക്കെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി ആൻഡ് ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി. അപ്പോൾ തിരിഞ്ഞു പോലെ
റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനും സാറ്റലൈറ്റ് ഡെവലപ്പിംഗ് ഏജൻസിയും രണ്ടും രണ്ടാണ്. ഇവിടെ സാറ്റലൈറ്റ് ഡെവലപ്പിംഗ് ഏജൻസിയാണ് ഏതൊക്കെയാണ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറിയും. അതേസമയം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഗവേഷണ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഗവേഷണ സ്ഥാപനങ്ങൾ? 2 സ്ഥാപനങ്ങളുടെ പേര് നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 3 സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്, പിന്നെ അതായത് ഇൻഡസ്ട്രിയൽ റിസർച്ച്, അഗ്രികൾച്ചർ റിസർച്ച്, മെഡിക്കൽ റിസർച്ച്. ഏതൊക്കെയാണ് ഗവേഷണ സ്ഥാപനങ്ങളുടെ പേര്? ഇൻഡസ്ട്രിയൽ റിസർച്ച്, അഗ്രികൾച്ചർ റിസർച്ച്, മെഡിക്കൽ റിസർച്ച്. അപ്പോൾ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് രൂപീകരിച്ച ആരൊക്കെ ചേർന്നിട്ടാണ്? ഹോമി ജഹാംഗീർ ഭാഭയും SN ഭട്നാഗറും. എന്നാൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് രൂപീകരിച്ചത് ഹോമി ജഹാംഗീർ ഭാഭ മാത്രമാണ്. അത് അടുത്ത പാരഗ്രാഫിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റിസർച്ച്, അഗ്രികൾച്ചർ റിസർച്ച്, മെഡിക്കൽ റിസർച്ച്. അപ്പോൾ സ്പേസ് റിസർച്ചിനകത്ത് പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? സ്പേസ് റിസർച്ചിനകത്ത് പറഞ്ഞ കാര്യം ഇൻകോസ്പാർ രൂപീകരിക്കപ്പെട്ടത് 1962 1969 ISR രൂപീകരിക്കപ്പെട്ടു. ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷൻ എവിടെയാണ്? തുമ്പാനിയർ, തിരുവനന്തപുരം. അടുത്ത ആര്യഭട്ട സക്സസ്ഫുൾ ലോഞ്ച് 1975. ഫസ്റ്റ് സാറ്റലൈറ്റ് ആര്യഭട്ട. അടുത്ത പോയിന്റ് റോക്കറ്റ് ലോഞ്ചേഴ്സ് ആൻഡ് സ്പേസ് വെഹിക്കിൾ ആൾസോ ഡെവലപ്ഡ്. പിന്നെ സാറ്റലൈറ്റ് ഏജൻസിയൊക്കെയാണ് ഫിസിക്കൽ റിസർച്ച് ലാബോറട്ടറി ആൻഡ് നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി. പിന്നെ മിസൈൽസ് ഏതൊക്കെയാണ്? അഗ്നി ആൻഡ് പൃഥ്വി ആർ ദ മിസൈൽസ് ഡെവലപ്ഡ് ബൈ ഇന്ത്യ. പിന്നെ അതുകൂടാതെ തന്നെ ആറ്റോമിക് എനർജി സെക്ടറിൽ നേതൃത്വം കൊടുത്ത ആൾക്കാരുടെ പേര് ആരൊക്കെയാണ്? 2 പേര്. ആരൊക്കെയാണത്? ഒന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാമും പിന്നെ മറ്റൊന്ന് ഡോക്ടർ രാജാരാമണ്ണ. ഡോക്ടർ രാജാരാമണ്ണ ആൻഡ് APJ അബ്ദുൽ കലാം ലെഡ് ആറ്റോമിക് എനർജി സെക്ടർ. പിന്നെ ചന്ദ്രയാൻ ആൻഡ് മംഗൾയാൻ. ചന്ദ്രയാൻ വിച്ച് ബിഗാൻ 2008 ഫസ്റ്റ് ലൂണർ മിഷൻ. ഇന്ത്യ ബിക്കം ദ മെമ്പർ ഓഫ് കോമ്പറ്റീറ്റീവ് ഗ്രൂപ്പ് ആർക്ക് ശേഷമാണ്? അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന ആൻഡ് ജപ്പാൻ. അടുത്ത മംഗൾയാൻ സ്പേസ് മിഷൻ ഇന്ത്യ ടു മാസ് ഈസ് ദ ഇന്ത്യൻ മെയ്ഡ് സ്പേസ് ദാറ്റ് കവേർഡ് ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് സ്പേസ്.